ശ്രീമുഖി സീതനാമീശ്വരി സമാരംഭാം അസ്മദാചാര്യ മൂന്നാധ്യായം അഥ ഹീനം കഹോലകോഷീതകേയ പപ്രച്ഛ യാജ്ഞവൽക്യേതിഹോവാച യദേവ സാക്ഷാദപരോക്ഷാത് ബ്രഹ്മാ യ ആത്മാ സർവാന്തരഃ തം മേ വ്യചക്ഷീതി യേശത്തെ ആത്മാ സർവാന്തരഃ കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ യോ അശ്നായ പിപാസേ ശോകം മോഹം ജരാം മൃത്യും അത്തീതി ഏതം മയിതം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ പുത്രേഷണായ അശ്ച വിത്തേഷണായ അശ്ച ലോകേഷണായ അശ്ച വിദ്ധായ അധ ഭിക്ഷാജയം ജരന്തി യാ ഹ്യേവ പുത്രേഷണാ സാ വിത്തേഷണാ യാ വിത്തേഷണാ സാ ലോകേഷണാ ഉഭേ ഹേതുയേഷണേ ഏവ ഭവതഃ തസ്മാത് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണഃ സ ബ്രാഹ്മണഃ കേന സ്യാത് യേന സ്യാത് തേന ഈദൃശേവ അതോ അന്യത് അർത്ഥം തതോ കഹോലഃ കൗശീതകേയ ഉപരരാമ ദൈവാദ് വിത്താദ് വിധാനമേവ നാസ്തി കേചിത് ഏഷണത്യാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞു പുത്രേഷണ വിത്തേഷണ ലോകേഷണ മൂന്നേഷണങ്ങളിൽ നിന്നുള്ള വിധാനം എന്നുവെച്ചാൽ അതിന്റെ ത്യാഗം. പുത്രേഷണ ഇവിടെ പറഞ്ഞ് ധാരാസംഗ്രഹം വിവാഹം അതാണ്, അതൊഴിവാകും. വിത്തം രണ്ടു തരത്തിലാണ്, മാനുഷവിത്തം ദൈവവിത്തം. അല്ല, മാനുഷവിത്തം എന്ന് പറയുന്നത് ഈ മനുഷ്യലോകത്തിലുള്ള വിത്തം, പശു, ഹിരണ്യം മുതലായ. ദൈവവിത്തം എന്ന് പറയുന്നത് ഉപാസന. ഇത് ഉപേക്ഷിക്കണം. അപ്പൊ കർമ്മത്തെ ഉപേക്ഷിക്കണം, ഉപാസനയെ ഉപേക്ഷിക്കണം. പിന്നെ രണ്ടും ഫലത്തെ കൊടുക്കുന്നതാണ്. അതിനെ രണ്ടിനെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. കർമ്മത്തെയും ഉപാസനയും ഉപേക്ഷിക്കുന്നതാണ് ഇവിടെ പറയുന്ന സന്യാസം. അതിൽ
ശരി, കർമ്മത്തെ ഉപേക്ഷിക്കാം. പക്ഷെ ഉപാസന എങ്ങനെ ഉപേക്ഷിക്കുന്നു? ദൈവാദ് വിത്താദ് വ്യുത്ഥാനമേവ നാസ്തി ഇത് കേജിത്. ഇവിടെ പറയുന്നു ചിലരുടെ അഭിപ്രായം. ഭർത്തൃപ്രപഞ്ചം എന്ന് പറയുന്നു. ഭാഷകാരന് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാ, സമകാലികനും മറ്റുമാണ്. അദ്ദേഹം പറയുന്നു ഉപാസന ഉപേക്ഷിക്കാൻ പാടില്ല, കർമ്മത്തെ ഉപേക്ഷിക്കും. അപ്പൊ സന്യാസിയും ഉപാസന അനുഷ്ഠിക്കണം എന്നാണ്. യസ്മത്തദ്ബലേനഹി കില വിത്ഥാനം പറയുന്ന സന്യാസം തന്നെ ഉപാസനയുടെ ബലം കൊണ്ടാണ്. അപ്പൊ ഉപാസന എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഉപാസന എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈദിക ഉപാസനകളാണ്. ഹിരണ്യഗർഭ പ്രാപ്തിക്ക് ഉതകുന്ന ഉപാസനകളാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്നത്, അല്ല നമ്മുടെ ഇന്നത്തെ ഉപാസനകളല്ല. അപ്പോൾ വൈദികൻ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ പോരാ, വൈദിക ഉപാസനകളെയും ഉപേക്ഷിക്കണം. തദസത് ഭാഷ്യകാരൻ നിഷേധിക്കുന്നു, അത് ശരിയല്ല. ഏതാവൻ വൈകാമേതി പഠിതത്വ, അതിനെയും ഈ ഏഷണയുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. അതും ഫലമുള്ളതാണ്, കർമ്മഫലം പോലെ തന്നെ ഫലമുള്ളതാണ്. ഏഷണ മധ്യേ ദൈവസ്യ വിത്യസ്യ, അതുകൊണ്ട് ഈ ഏഷണയുടെ കൂട്ടത്തിലാണ് ദൈവവിത്തത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഉപാസന, ദൈവവിത്തം എന്ന് പറയുന്നത് ഉപാസന. എന്തുകൊണ്ട് ഹിരണ്യഗർഭാദി ദേവത വിഷയ വിദ്യ വിത്തമിത്തിച്ചത്? ഹിരണ്യഗർഭ തുടങ്ങിയ ദേവത പ്രാപിക്കുന്ന ദേവതാസിദ്ധിക്കുള്ളതാണ് വിദ്യ, ഉപാസന. ആ വൈദികമായ ഉപാസനകളാണ് കാലക്രമേണ മാറി പൗരാണികമായ ദേവതാ ഉപാസനകളായിട്ടൊക്കെ മാറിയത്. ഇവിടെ എന്താണ് ഹിരണ്യഗർഭാദി ദേവതാവിഷയം, ഹിരണ്യഗർഭപ്രാപ്തി എന്ന് പറയുന്നു. അത് വൈദികമായ വിദ്യ, ഉപാസന. പൗരാണികമായി വന്നപ്പോൾ അത് ശിവലോകത്തെ പ്രാപിക്കുക. അവിടെ ഹിരണ്യഗർഭലോകം എന്ന് പറഞ്ഞു, ഇവിടെ ശിവലോകമെന്നോ വൈകുണ്ഠം എന്നെല്ലാം പറഞ്ഞ് മാറി വന്നു. ഇവിടേക്ക് എന്താണ് ഉപാസ്യമായ സ്ഥാനം അല്ലെങ്കിൽ ദേവത, ഉപാസകൻ താൻ വേറെ എന്നുള്ള ബോധത്തോടു കൂടിയുള്ള ഉപാസനയാണ്. അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്. ദേവലോക ഹേതുത്വ, ഉപാസന ദേവലോകത്തിന് ഉപകരിക്കും. നഹി നിരുപാധിക പ്രജ്ഞാനഘന വിഷയ ബ്രഹ്മവിദ്യ ദൈവലോകപ്രാപ്തി ഹേതു. ഇവിടെ പറയുന്നതല്ല. സന്യാസത്തിന് പ്രയോജകം, അതിന് നിമിത്തമായിരിക്കുന്ന അല്ലെങ്കിൽ സന്യാസം, വിദ്യയിലൂടെ പ്രാപിക്കുന്ന സന്യാസം, സന്യാസ രൂപത്തിൽ തന്നെയുള്ള ആ വിദ്യ, അതെങ്ങനെയുള്ളതാണ്? നിരുപാധികമായ പ്രജ്ഞാനഘനമായ സ്വസ്വരൂപത്തിനെ സംബന്ധിച്ചുള്ള വിദ്യയാണ് ബ്രഹ്മവിദ്യ. അത് എന്നാൽ ദേവലോകപ്രാപ്തി ഹേതു, അത് ദേവലോകപ്രാപ്തിക്ക് ഹേതുവല്ല. മറിച്ചോ തസ്മാത് തസ്രം അഭവത്, അവൻ സർവവുമായി തീർന്നു. എന്തുകൊണ്ട്? ഈ ജ്ഞാനം കൊണ്ട്. ആത്മാഹേഷാം സഭവതി, ഈ ബോധമുള്ളവൻ സർവസ്വരൂപമായിരിക്കുന്നു, സർവരുടെയും സ്വരൂപമായി തീരുന്നു. ഇത് ശ്രുതേഹി, അവിടെ ഒന്നും പ്രാപിക്കുന്നില്ല എന്നർത്ഥം. കൈലാസത്തെ, വൈകുണ്ഠത്തെ, ഹിരണ്യഗർഭലോകത്തെ ഒന്നും പ്രാപിക്കുന്നില്ല. പിന്നെയോ തദ്ബലേനഹി വ്യുത്ഥാനം, ഈ സന്യാസം തന്നെ ഈ ആത്മബോധത്തിന്റെ ബലത്തിലാണ്. അതിനെക്കുറിച്ച് ഇനി അവസാന ഭാഗത്ത് വിശദമായി ചർച്ച ചെയ്യും. സന്യാസത്തിന് എന്തിനാണ് ഈ ബലം? ആത്മബോധത്തിന് ബലമുണ്ടെങ്കിൽ ഒരാൾക്ക് സന്യസിക്കാൻ പറ്റും. ആത്മബോധം പോരാ എന്ന് പറയും. ഒരാൾക്ക് ആത്മബോധം ഉണ്ടായി, പക്ഷെ അതിന് വിദ്യ വിന്ദതേ വീര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ബലത്തെക്കുറിച്ച് പറയും. ആ ബലമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സന്യാസം സാധ്യമാകൂ. അതുകൊണ്ടാണ് ഒരാൾ ഈ തത്വത്തെയൊക്കെ ശ്രവിക്കുന്നു,
അയാൾക്ക് ഈ തത്വജ്ഞാന പ്രാപ്തിക്കുള്ള ഇച്ഛയുണ്ടാകുന്നു, അയാൾ കുറെ പ്രവർത്തിക്കുന്നു, ആൾക്ക് കുറച്ച് ബോധം ഉണ്ടാകുന്നു. പക്ഷെ സന്യാസം പറ്റത്തില്ല. അവർക്ക് ബലം വേണം. സന്യാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്തിന്റെ ബലം? വിദ്യയുടെ ബലം വേണം. അത് വിശദീകരിക്കും. ആ വിദ്യ കൊണ്ടുള്ള ബലം ഇല്ലാതെ ഒരാൾക്ക് സന്യാസത്തിൽ പ്രവേശിക്കാനോ തുടരാനോ പറ്റത്തില്ല. കരച്ചിലും പിഴിച്ചിലും ഒന്നും കൊണ്ട് അവിടെ കാര്യം നടക്കത്തില്ല. അതൊക്കെ ഭക്തിക്ക് കൊള്ളാം, കരയിലൊക്കെ. സന്യാസത്തിന് പറ്റത്തില്ല. അതിന് ജ്ഞാനത്തിന്റെ ബലം തന്നെ വേണം, വിവേകദാർഢ്യം. അതില്ലാത്തവൻ ജിജ്ഞാസ ഉണ്ടായാലും ശരി, തത്വജ്ഞാനത്തിനോട് ഔത്സുക്യം ഉണ്ടായാലും ശരി, അവന് ഈ പറയുന്ന തരത്തിൽ സന്യാസത്തിൽ പറ്റത്തില്ല. അത് വിശദീകരിക്കും. ഏതം വൈതം ആത്മാനം വിദ്വൈതി വിശേഷവചന. ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് പ്രത്യേകം പറയുന്നു. തസ്മാന്ന് ത്രിഭ്യോ അപ്യേതേഭ്യോ അനാത്മലോകി പ്രാപ്തി സാധനേഭ്യ യേശുന വിഷയേഭ്യോ യുദ്ധായ. അപ്പോൾ ഇവിടെ ഒന്ന് മുഖ്യമായി പറയുന്നത് സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ട് സന്യാസം അങ്ങനെ പറ്റും, അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. സന്യാസം എന്ന് പറയുന്നത് എന്തെന്നറിയാതെയാണ് സന്യാസത്തിലേക്ക് വരുന്നവർ. മറ്റ് സന്യാസം കാണുമ്പോൾ സന്യാസത്തിനോടൊരു ആകർഷണം ഉണ്ടാവുന്നു. അതുണ്ടാകുന്നത് സന്യാസത്തിൽ കിട്ടുന്ന ലോകപൂജയും, ഇന്നത്തെ കാലത്താണെങ്കിൽ സമ്പത്ത്. ആശ്രമങ്ങളിൽ താമസിക്കുന്നവർക്ക് സന്യാസത്തിന് ആഗ്രഹം വരുന്ന ആശ്രമത്തിൽ സ്വാമിമാർക്ക് ഉയർന്ന സ്ഥാനമുണ്ട്, പൊസിഷൻ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ, ഇതൊക്കെ പരമാർത്ഥമായ കാര്യങ്ങളാണ്, സന്യാസത്തിനോട് താല്പര്യം വരുന്നത്. പിന്നെ ഭക്ഷണത്തിലൊക്കെ വ്യത്യാസം വരും, ഇരിപ്പിടത്തിൽ വ്യത്യാസം വരും. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് എന്നാ പിന്നെ സ്വാമിയായാലെന്താ എന്ന് വിചാരിക്കുന്നു. പുറത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെയല്ല വരുന്നത്. സ്വാമി ഒരു ഉയർന്ന കസേരയിരിക്കുന്നു, ഭക്തന്മാരെല്ലാം ചുറ്റും കൂടിയിരിക്കുന്നു, നമസ്കരിക്കുന്നു. അപ്പോൾ അവർക്കും തോന്നുന്നു അതുപോലെ ഒരു കസേരയിൽ പോയിരുന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും വന്ന് നമസ്കരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സന്യാസത്തിന്റെ പ്രലോഭനങ്ങൾ. അങ്ങനെയാണ് ആൾക്കാർ സന്യാസത്തിലേക്ക് പോകുന്നത്. ഇതൊരു പരമാർത്ഥമാണ്. ഇവിടെ അങ്ങനെയല്ല, സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ട്. അപ്പൊ ഇവിടെ സന്യാസത്തിൽ നിന്ന് പ്രേരകമായിരിക്കുന്നത് ഏഷണയാണ്. ഈ മലയാളത്തിൽ പറയുന്ന ഏഷണിയല്ല, പരദൂഷണിയല്ല. പരദൂഷണത്തിന് ഇവിടെ ഏഷണി എന്ന് പറയും. നമ്മൾ ഈ ഏഷണിക്കാരനെന്ന് പറഞ്ഞാൽ അവന് വലിയ പരദൂഷണം ഉണ്ടെന്നോ. ഏഷണം എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ പറയുന്നു. ഈ പറയുന്ന ആഗ്രഹങ്ങൾ, സന്യാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങളും അതിൽപ്പെടും. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആത്മാനം വിദിത്വ, സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ടാണ് സന്യസിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വിവിധിഷയും വിദ്വത് രണ്ടു തരത്തിൽ. രണ്ടു തരത്തിലായാലും അയാൾ അറിയുന്നു തന്റെ സ്വരൂപത്തെ. എന്നിട്ടവിടെ എന്താണ്? തസ്മാത് ത്രിഭ്യോ അപ്യേതേഭ്യോ അനാത്മലോകപ്രാപ്തി സാധനേഭ്യ. അനാത്മലോകം, അനാത്മഫലങ്ങൾ, സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ഫലങ്ങൾ, അതിന്റെ ഉപായങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ധാരാ, പരിഗ്രഹം,
പിന്നെ മറ്റ് ഉപാസനകൾ, ഇതെല്ലാം മറ്റ് ലോകങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, മറ്റ് ഫലങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായ വിഷയങ്ങളെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളാണ്. അതാണ് ഈ പറയുന്ന ലോകപ്രശസ്തിയും സ്ഥാനമാനങ്ങളും. ഇതെല്ലാം ഏഷണാവിഷയേഭ്യോ, ഇതെല്ലാം ഏഷണാവിഷയങ്ങളാണ്. ഇതെന്നെല്ലാം വ്യുത്ഥായ, അതിനെയാണ് സന്യസിക്കേണ്ടത് സന്യാസി. അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാചര്യം ചരന്തി, അതാണ് സന്യാസം ശങ്കരാചാര്യർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ സന്യാസം എന്ന് പറയുന്ന ഇതിൽ ആശ്രമങ്ങളും മഠാധിപത്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശങ്കരാചാര്യർ ഏർപ്പെടുത്തിയല്ല എന്ന് കരുതേണ്ടി വരുന്ന അതുകൊണ്ടാണ്. കാരണം ഈ സന്യാസത്തെക്കുറിച്ച് പറയുന്നിടത്തൊന്നും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്തിന് നമ്മൾ ഇന്ന് സന്യാസിമാർ കഴിയുന്ന ആശ്രമത്തെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. ഇവിടെ സന്യാസം എന്ന് പറയുന്നത് ഒരു കേവലം ഒരു ആദർശമായി, ഒരു ജീവിതനിഷ്ഠയായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ബാഹ്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടിന്ന് കാണുന്നത് പോലെയുള്ള ഒരു പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ ഒന്നും സന്യാസത്തെ ഇവിടെ പറയുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ശങ്കരാചാര്യരുടെ പേരിലാണ് ഇതുണ്ടായത്. അതാണ് അതിശയം. ഈ സന്യാസ സമ്പ്രദായവും ഈ സന്യാസ ആശ്രമവും മഠവും എല്ലാം ഉണ്ടായത് ശങ്കരാചാര്യരുടെ പേരിലാണ്. എന്തായാലും ഇത് എഴുതിയ ശങ്കരാചാര്യർ അതാണെന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ശങ്കരാചാര്യന്മാർ പലരുമുണ്ട്. അവരാരും ചെയ്തതായിരിക്കണമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഏഷണ കാമ, കാമം എന്ന് പറഞ്ഞാൽ കാമവും കാമ്യ വിഷയങ്ങളും. ഏതാവൻ വൈ കാമ ഇത് ശ്രുതി, ഇതെല്ലാം ഈ പറഞ്ഞ വിത്തം, ലോകം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാമമാണ്. പിന്നെ ഈ ഫലങ്ങളെല്ലാം കാമ്യ വിഷയങ്ങളാണ്. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം പോയി. മറിച്ച് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? കാമ്യമാണ്. കാമ്യ സന്യാസമേ ഇന്നുള്ളൂ. ആൾക്കാർ കാമിക്കുന്ന സന്യാസം, അതല്ല ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. ഏതസ്മിൻ ത്രിവിധേന അനാത്മലോകി സാധനെ തൃഷ്ണം അകൃത്വ അനാത്മലോകപ്രാപ്തി, സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായ ഫലങ്ങളെ പ്രാപിക്കുന്നത്, അതാണ് അനാത്മലോകം. ലോകം എന്ന് വെച്ചാൽ ഫലമെന്നാണ്. അതിന്റെ ഉപായങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിലെല്ലാം, വിത്തമായാലും ശരി മറ്റെന്തായാലും ശരി, അതിനെ തൃഷ്ണം അകൃത്വ, അതിലല്പം പോലും ആഗ്രഹം വയ്ക്കാതെ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാമത്തെ ഉപേക്ഷിച്ചാൽ പോരാ, കാമത്തിന് വിഷയമായിരിക്കുന്ന വസ്തുക്കളെ ഉപേക്ഷിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത് അപരിഗ്രഹം. പരിഗ്രഹമേ പാടില്ല. അതുകൊണ്ടാണ് പ്രഥമ വരുന്നത് ഭിക്ഷാടനം എന്ന് പറയുന്നത്. അതിൽ യാതൊരു തരത്തിലും വെള്ളം ചേർക്കാതിരിക്കാൻ, മായം ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഭിക്ഷാടനം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കർശനമായി പറയുന്നു. ഇന്നുള്ള മനുഷ്യർ എന്താ ചെയ്യുന്നതെന്ന് ഊഹിക്കാമായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഭിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ പൈസ ഇട്ടിട്ട് അതിന്റെ പലിശ എടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇതെനിക്ക് ഭിക്ഷയാണെന്ന് പറയും ആൾക്കാർ. എന്തുകൊണ്ട്? എനിക്ക് അതിനോടുള്ള മനോഭാവം അതാണെന്ന് പറയും. എനിക്കതിനൊന്നും ആസക്തിയില്ല, അതൊന്നുമില്ല. പക്ഷെ ഞാൻ ത്യജിച്ചിട്ട് ഭുജിക്കുന്നു എന്ന് പറയുമല്ലോ, ഒരു തമാശ. ഞാനിതെല്ലാം ത്യജിച്ചിരിക്കുകയാണ്, എന്നിട്ട് ഭുജിക്കുകയാണ് എന്ന് പറയും. ഏറ്റവും വലിയ തട്ടിപ്പാണ്.
ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ത്യജിച്ചാൽ പിന്നെ എങ്ങനെ ഭജിക്കും? അതായത് തനിക്ക് വേണ്ട, ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ് ത്യജിക്കുന്നത്. ആവശ്യമില്ല എന്ന് കരുതുന്ന ബോധ്യമാണ്. തനിക്ക് ഉപയോഗമില്ലാത്ത കാര്യത്തല്ലേ ത്യജിക്കുന്നു. ഉപയോഗമുള്ളതിനെ ത്യജിക്കാൻ പറ്റും? ഇല്ല. ഇനി അതിനെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വിസർജ്യത്തെ ഭക്ഷിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതാരെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ ഞാൻ പറയുന്നതല്ല, ഇവിടെ തന്നെ പറയും. ത്യജിച്ചിട്ട് ഭജിക്കുക എന്ന് പറഞ്ഞാൽ വിസർജ്യത്തെ ഭക്ഷിക്കുക, വിസർജിച്ച് കളഞ്ഞതിനെ ഭക്ഷിക്കുക. ചില മൃഗങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. തത്വജ്ഞാനം കൊണ്ട് അതുപോലെ ആകുമെന്നാണോ പറയുന്നത്? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അത് ത്യജിക്കുകയാണ്. ചോദിക്കുന്നതിനവന് ഭിക്ഷാചര്യം. ഒരു തരത്തിലുള്ള പരിഗ്രഹവും പാടില്ല. തന്റേതായി ഒന്നും തന്നെ സൂക്ഷിക്കാൻ പാടില്ല. ശരീരം നിലനിർത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഉപായം ഭിക്ഷ. അതിൽ യാതൊരു തരത്തിലുള്ള, അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു സന്യാസം അസംഭവമാണ് എന്ന്. സർവാഹി സാധനയിച്ച ഫലയിച്ചയോ. ത്യജിക്കണമെന്ന് പറഞ്ഞു. ഫലയിച്ചയും സാധനയിച്ചയും രണ്ടിനെയും ഫലയിച്ച എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനുള്ള ഇച്ഛ, ഉദാഹരണത്തിന്. സാധനയിച്ച എന്ന് പറഞ്ഞാൽ യാഗത്തിനുള്ള ഇച്ഛ, രണ്ടിനും ഉപേക്ഷിക്കുന്നു. ഫലയിച്ച എന്ന് പറഞ്ഞാൽ പുത്രനുള്ള ഇച്ഛ, സാധനയിച്ച എന്ന് വെച്ചാൽ വിവാഹത്തിനുള്ള ഇച്ഛ, രണ്ടും ഉപേക്ഷിക്കും. അതോ വ്യാചഷ്ടേ ഏകൈവേഷൻ. അതുകൊണ്ട് ശ്രുതി പറയുന്നത് എന്താണ്? ഇതെല്ലാം കൂടെ ചേർത്ത് ഏഷനും ഒന്ന് തന്നെ. ഏതായാലും ഏഷനെ ഉപേക്ഷിക്കുക. കഥം യാഹേവ പുത്രേഷണ സാ വിത്തേഷൻ. ശ്രുതി എന്ന് പറയും. പുത്രേഷണ തന്നെ വിത്തേഷൻ. എന്തുകൊണ്ട്? ദുഷ്ടഫല സാധനത്വ തുല്യത്വ. ഇതിന്റെ ഫലവും ഉപായവും രണ്ടും പ്രത്യക്ഷമാണ്. ഫലം എന്താണ്? പുത്രൻ, അത് പ്രത്യക്ഷമാണ്. സാധനം എന്താണ്? വിവാഹം. അതുകൊണ്ടാണ് പുത്രേഷണ തന്നെ വിത്തേഷണ. ദുഷ്ടഫലസാധന യാ വിത്തേഷണ സ ലോകേഷണ. ലോകേഷണ രണ്ടും ഫലത്തിന് വേണ്ടിയാണ്. ഫലങ്ങൾ വേണം, അതിനുള്ള ആഗ്രഹം. അതിനുവേണ്ടി വിത്തം, യാഗം ചെയ്യണമെങ്കിൽ വിത്തം വേണം. അതുകൊണ്ട് വിത്തേഷണം അത് തന്നെ. ലോകേഷണം എന്ന് വെച്ചാൽ ഫലേഷണം. ലോകം എന്ന് പറയുന്ന ഫലമാണ്. ലോകാനുദ്ദിശ്യ കാമ തത്സാധന സമാശ്രയ ലോകേഷനേതി തമാഹു. കാമ്യ കർമാർത്ഥ ഉദ്യമം, കാമ്യമായ ഫലങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള ഉദ്യമം, പരിശ്രമം, അതാണ് ഉപേക്ഷിക്കേണ്ടത്. അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫലങ്ങൾ, അതിനുദ്ദേശിച്ചിട്ടുള്ള പ്രവൃത്തികൾ, അതാണ് ലോകേഷണം. അതിനുപേക്ഷിക്കണം. സർവഫലാർത്ഥ പ്രയുക്തവേ സർവസാധനവാദം. എല്ലാവരും സാധനത്തെ സ്വീകരിക്കുന്നതിനും ഫലത്തിന് വേണ്ടി. യാഗം സാധനത്തെ എന്തിനു സ്വീകരിക്കുന്നു? ഫലമായ സ്വർഗത്തിന് വേണ്ടി. അത് ഏകവേഷണ യാ ലോകേഷണ സാധന മന്ത്രേണ സമ്പാദ്യ ഇത് നശക്യത. അതുകൊണ്ട് ഇവിടെ ഏഷണം ഒന്നാണ്. ലോകേഷണ എന്ന് പറയുന്ന ഫലത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ, അതിന്റെ ഉപായങ്ങളെ കൂടാതെ സാധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതെല്ലാം ചേർത്തൊരു ഏഷണ എന്ന് പറഞ്ഞാൽ മതി. സാധ്യ സാധന ഭേദന ഉഭേഹി യസ്മാദ് ഏഷണ ഏവഭവത. അതുകൊണ്ട് സാധ്യം സാധനം എന്നുള്ള ഭേദമുണ്ടെങ്കിലും ഇതെല്ലാം ഏഷണയാണ്. തസ്മാത് ബ്രഹ്മവിദോ നാസ്തി കർമ്മ സാധനം വാ. ഇവിടെ ഈ ബ്രഹ്മബോധമുള്ളവന് കർമ്മവുമില്ല, കർമ്മസാധനം ഇല്ല. അത് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? കർമ്മസാധനം എന്ന് പറയുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്, ധാരാസംഗ്രഹം. അതുമില്ല കർമ്മത്തിന്റെ. അതുകൊണ്ട് തന്നെ കർമ്മമില്ല, പിന്നെ കർമ്മത്തിന്റെ ഫലമില്ല. അപ്പൊ അവിടെ ആണ് ശങ്കരാചാര്യർ പറയുന്ന തത്വജ്ഞാനത്തിന്റെ
മുഖ്യമായ അടിത്തറ അതാണ് ബ്രഹ്മജ്ഞാനിയുടെ. അയാള് കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, കർമ്മസാധനത്തെ ഉപേക്ഷിക്കുന്നു, കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നു. കർമ്മസാധനമായിരിക്കുന്നു ധാരാപരിഗ്രഹം, കർമ്മമായിരിക്കുന്നു നിത്യ അഗ്നിഹോത്രാദികൾ, ഫലം സ്വർഗാദി അല്ലെങ്കിൽ പുത്രാദികൾ, ഇതെല്ലാം ഉപേക്ഷിക്കുന്നു. അതോ ഈ അതിക്രാന്ത ബ്രാഹ്മണ സർവം കർമ്മ കർമ്മസാധനം ച സർവം ദേവ പിതൃ മാനുഷ നിമിത്തം യജ്ഞോപവീതാദി. എന്താണ് അവിടെ തീർന്നില്ല. പരിത്യജ്യ എന്നാണ്, എല്ലാം ഉപേക്ഷിച്ചിട്ട് അതോ ഏ അതിക്രാന്ത ബ്രാഹ്മണാഹ, ബ്രാഹ്മണർ ഇതിനുപേക്ഷിച്ചവർ സർവം എന്തൊക്കെയാണ്? കർമ്മ കർമ്മസാധനം സർവം, കർമ്മത്തെയും കർമ്മോപായങ്ങളെയും ദേവ പിതൃ മാനുഷ നിമിത്തം, ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ, കേവലമായ കർമ്മങ്ങളും ഉപാസനയും കൂടെ ചേരുമ്പോൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മം കേവലമായ കർമ്മം, മനുഷ്യന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, ഫലത്തിന് വേണ്ടി ദാനാദി കർമ്മങ്ങൾ, ഇതിന് കർമ്മത്തിന് നിമിത്തമായിട്ടുള്ള എന്താണ്? യജ്ഞോപവീതാദി, യജ്ഞോപവീതം സിദ്ധാതി. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. ഇവിടെ എന്തിനാ സന്യസിക്കുന്നത്? ഇതാണ് യജ്ഞോപവീതം സിദ്ധ. എന്തിന്? ഇതാണ് കർമ്മത്തിന്റെ സാധനം. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് വൈദികന്മാരോട് പറയുന്നത്. വൈദികനാണ് യജ്ഞോപവീതം സിദ്ധ ഇതിനെല്ലാം സ്വീകരിക്കുന്ന വൈദികനാണ്. ഉപനയനം ചെയ്യുമ്പോൾ യജ്ഞോപവീതം സ്വീകരിക്കുന്നു, ശിഖ വയ്ക്കുന്നു. ഇത് രണ്ടും നിത്യകർമ്മത്തിന് ആവശ്യമാണ്. സന്ധ്യാവന്തനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ആവശ്യമാണ്. നിത്യ അഗ്നിഹോത്രത്തിന് ആവശ്യമാണ്. വേദാധ്യയനത്തിന് ആവശ്യമാണ്. വൈദികനെ സംബന്ധിച്ച് എല്ലാ കർമ്മങ്ങൾക്കും, ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഇത് കൂടിയേ തീരും. ശിഖയും യജ്ഞവും വേദവും കൂടിയേ തീരും. അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പൊ വേദാധ്യയനം. ഇത് ഒരു കർമ്മമാണ്, മുഖ്യ കർമ്മമാണ്. യജ്ഞവും വേദവും ഇല്ലാതെ അത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ യജ്ഞോപവീത സംസ്കാരത്തിന് ശേഷമാണ് വേദം ഗായത്രി ഉപദേശിച്ച് വേദാധ്യയനത്തിലേക്ക് ഒരുവനെ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ സ്വാധ്യായം ഉൾപ്പെടെയുള്ള കർമ്മത്തെ ത്യജിക്കണം. കർമ്മത്തിന് ഉള്ള അധികാരത്തെ സൂചിപ്പിക്കുന്ന യജ്ഞോപവീതത്തെ ഉപേക്ഷിക്കണം, ശിഖയെ ഉപേക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സന്യാസി മുണ്ടനം ചെയ്യുന്നത്. അടുത്ത് തെളിച്ചു പറയും. അത് കർമാധികാരത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഉപേക്ഷിക്കും. ഇതാണ് ത്യജിക്കുന്നത്. സന്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ത്യാഗമാണ്. ബാഹ്യമായി ഇത് ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. അപ്പോ മുമുക്ഷു സന്യസിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, വിവിധ സന്യാസം. വിവിധ സന്യാസത്തിൽ മുഖ്യമായിരിക്കുന്നത് ഇത് ഉപേക്ഷിക്കുകയാണ്. ഇത് ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ് കർമ്മത്തെ ഉപേക്ഷിക്കുന്നത്. ശൂദ്രനും വർണ്ണബാഹ്യനും ചണ്ടാളനും മറ്റും കർമ്മത്തിന് അധികാരമില്ലെന്ന് എന്താ പറയുന്നത്? കാരണം അവർക്ക് യജ്ഞോപവീതവും ശിഖയും ഇല്ലാത്തതുകൊണ്ടാണ് കർമാധികാരമില്ലെന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് അപശൂദ്രാധികരണത്തിൽ ഭാഷ്യകാരൻ വാശി പിടിക്കുന്നത്. വേദാധ്യയനപൂർവകമായ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതാണ്. ബ്രഹ്മജ്ഞാനത്തിന് വേദജ്ഞാനം വേണം, വേദജ്ഞാനത്തിന് ഉപനയന സംസ്കാരം വേണം. അപ്പോൾ ഉപനയന സംസ്കാരം ഇല്ലാത്തവന് പിന്നെ എങ്ങനെ വേദാധ്യയനം സാധ്യമാകും? അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് പറയുക. ആർക്കാകാം ആർക്ക് പാടില്ല എന്നുള്ളതല്ല ആ നിയമം. ഉപനയന സംസ്കാരത്തിന് വേദാധ്യയനം അല്ല, വേദാധ്യയനത്തിന് ഉപനയന സംസ്കാരം. ഉപനയന സംസ്കാരമില്ലാത്തവന് വേദാധ്യയനമില്ല, വേദാധ്യയനം ഇല്ലാത്തവന് പിന്നെ എങ്ങനെ വേദാധ്യയനപൂർവകമായ ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തില്ല എന്നാണ്. അതുകൊണ്ട് സന്യാസം, വിവിധ സന്യാസം എന്ന് പറയുന്നതിന് എന്താണോ ഈ യജ്ഞോപവീതം തുടങ്ങി ഉപേക്ഷിക്കും. ഇതിനെയാണ് പരമഹംസ പരിവ്രാജ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ തലമുണ്ടനം ചെയ്തത്. ഞാൻ ചെയ്യുന്നത് ജലദോഷം പിടിക്കാതിരിക്കാനാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് നിയമം അതാണ്. യജ്ഞോപവീതം തുടങ്ങിയ ചിഹ്നങ്ങളെ ഉപേക്ഷിക്കുക. പറയുന്നു തേന ഹി ദൈവം പിത്ര്യം മാനുഷ്യം കർമ്മക്രിയതേ. ഇതുകൊണ്ടാണ് ഏത് ദേവ പിതൃ മാനുഷ്യ നിമിത്തമായിട്ടുള്ള യജ്ഞോപവീതം കൊണ്ടാണ്, യജ്ഞോപവീതശിഖ ഇതുകൊണ്ടിട്ടാണ് ദൈവകർമ്മങ്ങൾ, ഉപാസനകളും മറ്റും അവിടെ ഇതിൻ്റെ ആവശ്യമുണ്ട്. കാരണം യജ്ഞോപവീതത്തിൽ സ്പർശിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലണം. അതുകൊണ്ട് ശിഖയിൽ സ്പർശിച്ചുകൊണ്ട് സാധാരണ നമ്മൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ശിഖയിൽ ശിഖായാം വർഷിട്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ശിഖയിൽ സ്പർശിച്ചുകൊണ്ട് ചെയ്യണം. പിതൃകർമ്മം, മറ്റ് വൈദികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശിഖയെ സ്പർശിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരുപാട് ഇതുണ്ട്. ഗായത്രി ജപത്തിന് പോലും ശിഖയെ സ്പർശിച്ചുകൊണ്ട് ചെയ്യണം. സന്ധ്യാവന്തനത്തിന് വേണം. മാനുഷ്യന്റെ കർമ്മം, മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശിഖ വേണം എന്നാ പറയുന്നത്. അത് പറയുന്നത് നിവീതം മനുഷ്യാണ്. അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നു. ദാനകർമ്മം ചെയ്യുമ്പോൾ ശിഖ ഇത് ഉപവീതം, ശിഖയല്ല ഉപവീതം. ശിഖ എന്തായാലും വേണം. ശിഖയിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉപവീതത്തിന് മാറ്റി മറിക്കുക ചെയ്യും. വിവാഹ സമയത്ത് ഉപവീതം ഒരു തരത്തിലിടണം. മരണകർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വേറെ തരത്തിലിടണം. യജ്ഞകർമ്മത്തിൽ വേറൊരു തരത്തിലിടണം. ദാനകർമ്മം ചെയ്യുമ്പോൾ കഴുത്തിൽ മാല ഇടുന്നത് പോലെ ഉപവീതം ഇടണം. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. ആണ് നിവീതം മനുഷ്യാണ്. മനുസ്മൃതിയിലും മറ്റും ഇതിന്റെ നിയമങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇടത്തെ തോളിൽ എപ്പോഴാണ് ഇടേണ്ടത്, വലത്തെ തോളിൽ എപ്പോഴാണ് ഇടേണ്ടത്. അത് നിവീതം എന്ന് പറയുന്നത് തോളിൽ കൂടി ഇടാതെ മാല പോലെ ഇടുക, കഴുത്തിലിട്ടുകൊണ്ട് ദാനവും മറ്റും ചെയ്യുന്നു. മനുഷ്യന് വേണ്ടിയിട്ടുള്ള കർമ്മം. അപ്പോൾ ഇത് പഴയ വൈദിക മര്യാദ, നിയമം, ശ്രുതിയും സ്മൃതിയും ഒക്കെ ഇതിന് പ്രമാണമാണ്. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നതിന് ഇതൊരു പ്രധാന ഇന്നുമുണ്ട്. മജിസ്ട്രേറ്റാകുന്നതിന് പ്രത്യേക വേഷം, പോലീസാകുന്നതിന് പ്രത്യേക വേഷം. ആ വേഷം കിട്ടിയാലേ വേല ചെയ്യാൻ പറ്റും. അങ്ങനെ ചില നിയമങ്ങൾ ഇന്നും ഉണ്ടല്ലോ. അതുപോലെ പഴയ കാലത്ത് ശ്രൗത സ്മാർത്ഥ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ചില രീതികളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് യജ്ഞോപവീതവും ശിഖയും പ്രധാനമായിട്ട് ശരീരത്തിൽ വയ്ക്കുന്നത്. ഇതങ്ങ് കളഞ്ഞാലോ പിന്നെ ഈ കർമ്മവുമായിട്ടൊരു ബന്ധം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതില്ലാത്തവന് കർമ്മം ചെയ്യാൻ അധികാരമില്ല. അപ്പോൾ ഓരോനെന്ത് ചെയ്യുന്നു, സ്വയം സ്വേച്ഛയായി ഇതിനെ ഉപേക്ഷിക്കുകയാണ്. ഇതാണ് സന്യാസം.
അതുകൊണ്ട് ഇന്നും സന്യാസത്തിന്റെ ചടങ്ങിൽ മുഖ്യമായിട്ടുള്ള ഇതാണ് നദീതീരത്ത് പോയിട്ട് ഗംഗ പോലെയുള്ള നദീതീരത്ത് പോയിട്ട് ശിഖയെ മുറിച്ചു കളയുക, യജ്ഞോപവീതത്തെ അഴിച്ച് ഗംഗയിൽ സമർപ്പിക്കുക. ഇതൊക്കെയാണ് ഇന്നും സന്യാസത്തിന്റെ ചടങ്ങ്. ഇതാണ്. അപ്പോ ഇതോടൊപ്പം സങ്കല്പമാണ് എന്താണ്? സർവ കർമ്മങ്ങളെയും ദഹിച്ചിരിക്കുന്നു. ഇതൊക്കെ കുറച്ചുകൂടി സന്യസ്തമായ ഭൂർഭുവസ്വഹ, 3 ലോകങ്ങളെയും ദഹിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഭാവനകളോടെ എല്ലാം ഉപേക്ഷിക്കുന്നു. പ്രേക്ഷ മന്ത്രമൊക്കെ ഉച്ചരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ സന്യാസം ഒരു ചടങ്ങായി മാറുന്നത് എങ്ങനെയാണ്? ഇതിനെ ഉപേക്ഷിക്കുന്നതാണ്. സന്യാസത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ്. യജ്ഞ ഉപവീതവും സിഗയെല്ലാം മുറിച്ചു കളയുമ്പോൾ കാരണം കർമ്മ അധികാരം വിട്ട് സന്യാസത്തിൽ ലൗകിക കർമ്മങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല, ശ്രൗതവും സ്മാർത്ഥവുമായ കർമ്മങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഭാഷകാരൻ ഉദ്ദേശിക്കുന്ന സന്യാസികളാണ് കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം. അത് കഴിഞ്ഞ് എന്തു പറയുന്നു? ഭിക്ഷാചര്യം, ഭിക്ഷാടനം. ഇതിന് ശരീരസ്ഥിതിക്ക് മാത്രം. അങ്ങനെ വരുമ്പോൾ സന്യാസി ലൗകിക കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു. ഏഷണകളില്ലെങ്കിൽ ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ശ്രവണാദി സാധനങ്ങൾക്ക് ശരീരം ആവശ്യമാണ്. ശരീരത്തെ നിലനിർത്തണം. എന്നായാലും ശരി, ശരീരം നിലനിർത്തണമെങ്കിൽ അന്നം വേണം. അന്നം എങ്ങനെ കിട്ടും? പ്രവർത്തിക്കാതെ അന്നം കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള എളുപ്പ വഴി ഭാഷ്യകാരൻ കണ്ടുപിടിച്ചാണ്, പറയുന്നതാണ്, ഈ ശ്രുതി പറയുന്നതാണ് ഭിക്ഷാചര്യം. അതൊരു കർമ്മമല്ലേ എന്നൊക്കെ ചോദിക്കും. അതിന് സമാധാനം ഇനി പറയും. അതെന്തുകൊണ്ട് മറ്റു കർമ്മങ്ങളെപ്പോലെ ആകുന്നില്ല? അതുകൊണ്ട് ഭിക്ഷാടനം മറ്റു കർമ്മങ്ങളെപ്പോലെയുള്ള ഒരു കർമ്മമല്ല. ഏറ്റവും വേദവും ഇത് ഉപേക്ഷിക്കുന്ന സന്യാസം. അപ്പോൾ അത് കർമ്മത്യാഗ രൂപത്തിലുള്ള സന്യാസമാകും. അത് രണ്ടു കൂട്ടർക്കും വേണമെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. വിദ്വത് സന്യാസി ആയാലും ശരി, വിവിധിഷ സന്യാസി ആയാലും ശരി. ഇവിടെ പറയുന്നതനുസരിച്ച് വിദ്വത് സന്യാസി ഇതിനെക്കുറിച്ച് ജ്ഞാനമുണ്ടായി ശ്രവണ മനനാദികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. അപ്പോ വിദ്വത് സന്യാസത്തിൽ ചെന്ന് പിന്നെ വിവിധിഷ സന്യാസത്തിൽ പോയി അതിന്റെ പൂർണ്ണതയിൽ വിദ്വത് സന്യാസമാണെങ്കിൽ പിന്നെ അവിടെ രണ്ടാമത് വീണ്ടും ത്യജിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരാൾക്ക് ജിജ്ഞാസയുണ്ടായി, അയാള് ശിഖയും യജ്ഞവും വേദവും ഉപേക്ഷിച്ചു പരമഹംസ പരിവ്രാജകനായി പോകുന്നു, ശ്രവണാദികൾ അനുഷ്ഠിക്കുന്നു. ഇവിടെ പറയുന്ന പോലെ പാണ്ഡിത്യം, ബാല്യം, മൗനം എന്ന അവസ്ഥയിലെത്തുന്നു. അയാൾക്ക് ദൃഢജ്ഞാനം ഉണ്ടായി, അല്ലെങ്കിൽ വിശുദ്ധമായ ജ്ഞാനം ഉണ്ടായി. പിന്നെ അയാൾക്കൊന്നും ത്യജിക്കേണ്ട ആവശ്യമില്ല. അയാൾ വിദ്വത് സന്യാസി എന്ന് പറയുന്നു. കാരണം ത്യാഗം തന്നെ കഴിഞ്ഞല്ലോ. അങ്ങനെ സംഭവിക്കാം. ഇനി ഒരാൾക്ക് പൂർവജന്മ പരിഭാഗങ്ങളുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സമയത്ത് അയാൾക്ക് വിദ്യ പ്രാപ്തമാകും.
അതിന് കാരണം പറയുന്ന പൂർവ്വജന്മ സംസ്കാരവും എപ്പോ പ്രാപ്തമാകുന്നു അല്ല അവിടെ വെച്ച് ഇതെല്ലാം ഉപേക്ഷിക്കുന്നു. യുദ്ധസന്യാസം, വിവിധ സന്യാസം കൂടാതെ യുദ്ധസന്യാസം അവിടെ ആയാലും ശരി ശിഖ യജ്ഞോപവീതം ഇതിനെ ഉപേക്ഷിക്കുന്നു. അതാണ് സന്യാസം. അതുകൊണ്ടാണ് ഈ ദശനാമ സമ്പ്രദായത്തിലൊക്കെ മുമ്പ് ഉപനയന സംസ്കാരം ചെയ്യാത്തവരെ സന്യാസത്തിന് തൊട്ടു മുമ്പ്, സന്യാസ ദീക്ഷയ്ക്ക് മുമ്പ് ഉപനയന സംസ്കാരം ചെയ്യിച്ച് തലേ ദിവസം പിറ്റേ ദിവസം വീണ്ടും അതെല്ലാം കളഞ്ഞ് തലേ ദിവസം ഗായത്രി മന്ത്രമൊക്കെ ഉപദേശിച്ച് പിറ്റേ ദിവസം അതെല്ലാം കളഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും സന്യാസം അങ്ങനെ ചെയ്യും. ആ സമ്പ്രദായത്തെ ഇങ്ങനെയാണ് കാണുന്നത്. അതാണ് സന്യാസം എന്ന് ഇവിടെ പറയുന്നത്. ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് യസ്മാത് പൂർവേ ബ്രാഹ്മണ ബ്രഹ്മവിദോ ബുദ്ധായ കർമ്മഭ്യ കർമ്മസാധനഭ്യശ്ച യജ്ഞോവിദാദിഭ്യ പരമഹംസ പാരിവ്രാജ്യം പ്രതിപദ്യ ഭിക്ഷാചര്യം ചരന്തി ഭിക്ഷാർത്ഥം ചരണം ഭിക്ഷാചര്യം ചരന്തി त्यक्त्वा स्मार्तं लिंगम केवलम आश्रममात्र शरणानां जीवनसाधनं पारिव्राज्यव्यञ्जकं तस्मात् पूर्वे ब्राह्मणाः ब्रह्मविद ഇവിടെ ബ്രാഹ്മണ ശബ്ദം വന്നപ്പോൾ ബ്രഹ്മവിദ് എന്നർത്ഥം പറഞ്ഞു. ബ്രാഹ്മണാഹ ബ്രഹ്മവിദഃ ബ്രഹ്മജ്ഞാനികൾ വിദ്ധായ കർമ്മഭ്യ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് കർമ്മസാധനഭ്യസ്ത കർമ്മസാധനങ്ങൾ എന്താണ് കർമ്മസാധനം? യജ്ഞോപവീതാദിഭ്യ യജ്ഞോപവീതം ശിഖ ധാര പരിഗ്രഹം തുടങ്ങിയവയാണ് കർമ്മസാധനങ്ങൾ. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പരമഹംസ പാരിവ്രാജ്യം. പാരിവ്രാജ്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. കാരണം ഈ അദ്വൈതികൾക്ക് മാത്രമല്ല സന്യാസമുള്ളത്, ബൗദ്ധന്മാർക്കുമുണ്ട്, മറ്റു ദ്വൈതികൾക്കുമുണ്ട്. എന്തിന്? ചാർവാകന്മാർക്ക് കൂടി സന്യാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നു, ഇവിടെ പറയുന്ന അദ്വൈതിയുടെ സന്യാസം എന്ന് പറയുന്നത് പരമഹംസ പാരിവ്രാജ്യമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അല്ലാതെ പലതരത്തിലും സന്യാസമുണ്ട്. പ്രതിപദ്യ അതിനെ പ്രാപിച്ചിട്ട്, അതിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് യജ്ഞോപവിവാദം തുടങ്ങിയതിനെ ഉപേക്ഷിച്ചിട്ട്, ഇതാണ് സന്യാസം. ഭിക്ഷാചര്യം ചരന്തി, അതും സന്യാസത്തിന്റെ ഭാഗമാണ്. ഭാഷ്യകാരനെ സംബന്ധിച്ച് അതും കൂടിയേ തീരും. ഇവിടെ പറയുന്നത് ശ്രവണാദി ശേഷകാലേ ദേഹസ്ഥിത്യർത്ഥം. അതൊരു വിവിധ സന്യാസിയാണെങ്കിൽ ശ്രവണാദികൾ ആണല്ലോ സന്യാസി ചെയ്യേണ്ടത്. ഭാഷ്യകാരൻ അതിനനുസരിച്ച് സന്യാസിക്ക് കർമ്മയോഗമൊന്നുമില്ല. കാരണം കർമ്മമേ ഇല്ല, പിന്നെങ്ങനെയാ കർമ്മയോഗം വരും? കർമ്മം ഉണ്ടെങ്കിലേ കർമ്മയോഗം വരും. ശുദ്ധമായ സന്യാസത്തെക്കുറിച്ച് പറയുന്നു. മുമ്പ് നമ്മൾ സന്യാസത്തേക്ക് കർമ്മയോഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സന്യാസം, ഒറിജിനൽ സന്യാസം. അത് നമ്മൾ സന്യാസത്തിൽ വെള്ളം ചേർത്ത് പറയുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒറിജിനൽ സന്യാസം, യഥാർത്ഥ സന്യാസം. അവിടെ കർമ്മയോഗമൊന്നുമില്ല. പക്ഷെ ഒരു പ്രവൃത്തിയുണ്ട്, എന്താണ്? ഭിക്ഷാചര്യം. ഭിക്ഷാചര്യം ചരന്തി. അതെന്തിനു വേണ്ടി? ശ്രവണാദി ശേഷകാലേ ദേഹസ്ഥിത്യ.
ദേഹം നിലനിർക്കണ്ടേ? ഇതെല്ലാം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യാതിരുന്നാൽ അന്നം അങ്ങനെ കിട്ടും. അത് പറയുന്നു ഭിക്ഷാർത്ഥം ചരണം ഭിക്ഷാചാര്യം. അതിൽ ഇനി വേറെ ആൾക്കാർ വ്യാഖ്യാനിച്ചു കളയും അവനവന്റെ കൽപ്പന അനുസരിച്ച്. ഭിക്ഷ എന്ന് പറഞ്ഞാൽ അവനവന്റെ ഭാവന അനുസരിച്ച് ഒരർത്ഥം പറയും. ഭിക്ഷ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അല്ലെങ്കിൽ വൈരാഗ്യമാണ്, അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ അർത്ഥം പറയുന്നവരുണ്ട്. അതല്ല, അന്നത്തിനു വേണ്ടി തന്നെയാണ് ചരണം ഭിക്ഷാചര്യം ചരന്തി അനുഷ്ഠിക്കുന്നു എന്നർത്ഥം. പക്ഷെ അവിടെ ഒന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. പറഞ്ഞല്ലോ, അന്നും പാരിപ്രാജ്യം പലതരത്തിലുണ്ടായിരുന്നു. സന്യാസം ഇന്നത്തതുപോലെ തന്നെ ഇന്നുകൊണ്ടുള്ള പലതരത്തിൽ പല സമ്പ്രദായങ്ങളുണ്ട്, പല ഗുരുക്കന്മാരുണ്ട്. അവരെല്ലാം ഓരോരോ തരത്തിലുള്ള സന്യാസ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന അദ്വൈതിയുടെ സന്യാസം അതൊന്നുമല്ല. തെക്വ സ്മാർത്ഥം ലിംഗം കേവലം ആശ്രമമാത്ര ശരണാനാം ജീവനസാധനം പാരിവ്രാജ്യവ്യഞ്ജകം. താൻ പരിവ്രാജകനാണ് എന്നുള്ളതിന്റെ അടയാളമായിരിക്കുന്ന, വ്യഞ്ജകമായിരിക്കുന്ന ഉണ്ട്. ഇന്നത്തെ സന്യാസിമാരിൽ കാണുന്ന പെയിന്റും മറ്റും അതാണ് പാരിവ്രാജ്യവ്യഞ്ജകം എന്ന് പറയുന്നതാണ്. പാരിവ്രാജ്യത്തെ വ്യഞ്ചിപ്പിക്കുന്ന, അതിന്റെ അടയാളമായിരിക്കുന്ന. ഇതെന്തിനാണ്? ഉദരനിമിത്തം, ബഹുകൃതവേഷം, ജീവനസാധനം എന്ന് പറയുന്നു. ഞാനിതാ ഒരു സ്വാമിയാണ്, ഞാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, നിങ്ങളെപ്പോലെ പലരും തന്നാണ് എൻ്റെ ജീവിതം എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേഷം. പാരിവ്രാജ്യവ്യഞ്ജകമായ ജീവനത്തിന്, തന്റെ നിലനിൽപ്പിന്, അന്നപാനാദികൾക്ക് ഉള്ള എന്താണ്? ഇതെന്താണ്? സ്മാർത്ഥം ലിംഗം, സ്മാർത്ഥലിംഗമാണ്. കാരണം പല സ്മൃതികളിലും ഇങ്ങനെയുള്ള ലിംഗം എന്ന് വെച്ചാൽ അടയാളം, ഈ വ്യഞ്ജകം എന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള അടയാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സന്യാസി ചെല്ലു പറയുന്നു, ത്രിദണ്ഡ്, മുളന്തണ്ട് 3 കൂട്ടിക്കെട്ടി അത് കൈപ്പിടിക്കുക, വാഗ്ദണ്ഡ്, കായദണ്ഡ്, മനോദണ്ഡ് എന്നൊക്കെ പേര്. അങ്ങനെ സ്മൃതികളൊക്കെ നോക്കുക. സന്യാസത്തെ കുറിച്ചൊക്കെ പറയുന്നത് പലയിടത്തും. ഇവിടെ പറയുന്നത് ഏതാണ്? ദക്ഷയാണ്. ദക്ഷസ്മൃതി പറഞ്ഞിരിക്കുന്നു എന്നാണ്. ദക്ഷസ്മൃതി ഞാൻ പരിശോധിച്ച് നോക്കി, അവിടെ കാണുന്നില്ല. ഒരുപക്ഷെ പഴയ ദക്ഷസ്മൃതി ഉണ്ടായിരിക്കാം. എന്തായാലും സ്മൃതികളിൽ ഇതൊക്കെ ഉണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ സന്യാസത്തിന്റെ വേഷം കെട്ടലുകൾ എന്ന് പറയും. ഇതെന്താണ്? ഞാൻ സന്യാസിയാണെന്ന് വെച്ചാൽ ഞാൻ ഗൃഹസ്ഥനല്ല, ഞാൻ സമ്പത്തില്ലാത്തവനാണ്. ഇതിന് എന്റെ അടയാളമായി കേവലം ആശ്രമമാത്ര ശരണാണ്. ഇവരെന്താണ്? കേവലമായ ഒരു ആശ്രമം, ഈ ആശ്രമത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ആശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പോലെയുള്ള ആശ്രമമല്ല, കന്മന ആശ്രമവും മറ്റേ ആശ്രമമൊന്നുമല്ല. ആശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്ന് പറയുന്ന വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന ആശ്രമം. മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ആശ്രമം, അതായത് സന്യാസാശ്രമം. വീട് ഉദ്ദേശിച്ചിട്ടല്ല, മഠം ഉദ്ദേശിച്ചിട്ടല്ല. മഠത്തിനും പറയും ആശ്രമം, ഇവിടെ അതല്ല പറയുന്നു. ആ സന്യാസം എന്ന് പറയുന്ന ജീവിതചര്യ, അതിന് ആശ്രമം മാത്ര ശരണാനാം, ആ ആശ്രമത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവര് അങ്ങനെയുണ്ട്. കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ഒരു പ്രായമായി, കൂടുതലും പുരുഷന്മാരാണ്, സ്ത്രീകൾ കുറവാണ്. സ്ത്രീകളുമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ രോഗങ്ങളോ മറ്റെന്തെങ്കിലും ബാധിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളിയവരായിരിക്കും. ഭാര്യ ഉപേക്ഷിച്ചവരോ ഭർത്താവ് ഉപേക്ഷിച്ചവരോ മക്കൾ ഉപേക്ഷിച്ചവരോ
ഇങ്ങനെയൊക്കെ അഗതികളായി വരുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിക്കണ്ടേ, ജീവിക്കാനൊരു ഉപായവുമില്ല. അവർ സന്യാസാശ്രമത്തെ സ്വീകരിക്കുന്നു. അതാണ് ആശ്രമ മാത്ര ശരണന്മാരെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സന്യാസത്തിന് ഈ പറഞ്ഞതുപോലെ ആപാതജ്ഞാനം, പിന്നെ അത് കഴിഞ്ഞ് ശ്രവണ മനനാദികൾ ചെയ്യണമെന്നുള്ളതല്ല. ഇവിടെയുണ്ട്, നമ്മുടെ ഓച്ചറ പോയാൽ കാണാം ഒരുപാട് അങ്ങനെയുള്ള സ്വാമിമാർ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ട്, അവർ മറ്റു ജീവിക്കാനൊരു വഴി കാണുന്നില്ല. അപ്പോൾ സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെ ആശ്രയിക്കുന്നു. അത് നമ്മുടെ ഭാരതീയമായ ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവർക്ക് അന്നം കൊടുക്കുന്നു, അവരും ജീവിക്കുന്നു. അതൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റു ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ഒരാൾ ഈ വേഷം ധരിക്കുന്നു. അവർ ശ്രവണ മനനങ്ങൾക്ക് വേണ്ടിയല്ല, ജീവിക്കണം, അത്രയേ ഉള്ളൂ. ശരീരം നിലനിർത്തണം. ഈ പറയുന്ന വിദ്വത് സന്യാസിയെ പോലെയല്ല, രണ്ടു വ്യത്യാസമേ ഉള്ളൂ. വിദ്വത് സന്യാസിയും ഭിക്ഷ എടുക്കുന്നു എന്തിന്? ശരീരം നിലനിർത്താൻ. ഇവര് സന്യാസത്തെ സ്വീകരിക്കുന്നു ശരീരം നിലനിർത്താൻ. ആ രീതി രണ്ടും ഒരുപോലെയാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകത? ഇത് ജീവന സാധനമായി സന്യാസത്തിന്റെ ചില അടയാളങ്ങൾ അവർ ധരിച്ചിരിക്കുന്നു. പെയിന്റ് അടിക്കുക, കമണ്ടൽ വയ്ക്കുക, രുദ്രാക്ഷമാല ഇടുക, വലിയ പാളൻ കുറി നെറ്റിയിലിടുക, ചിലർ ശരീരം മുഴുവൻ പൂശുക, ചിലർ തല മുണ്ടനം ചെയ്യുക, ചിലർ വലിയ ജട വയ്ക്കുക, അങ്ങനെ പലതരത്തിലുള്ള അടയാളം. ഭാഷ ഇതിന് പറഞ്ഞു, ഭജഗോവിന്ദത്തിൽ പറഞ്ഞതുപോലെ ഉദരനിമിത്തം ജഡലോ മുണ്ടി ലിഞ്ചിത കേശ എന്ന് പറഞ്ഞതുപോലെ. ഇതൊക്കെ എന്താണ്? ആശ്രമം മാത്ര ശരണന്മാർക്കുള്ളവരാണ്. അത് അസംബന്ധം എന്നല്ല ഇവിടെ പറയുന്നത്, ആ രീതിയിലല്ല. കേവലം സന്യാസാശ്രമത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവനസാധനം ജീവിക്കുന്നതിന് വേണ്ടി ഇത്തരം കിട്ടുക, ആപത്ത് സന്യാസം എന്നൊക്കെ പറയുന്നു. ആതുര സന്യാസം എന്ന് പറയുന്നു. അതൊക്കെ രോഗം വന്നിട്ട് സന്യസിക്കുന്നു. അതൊക്കെ അസംബന്ധമാണെന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ അത് അവിടെ കാണുന്ന എന്താണ്? പാരിപ്രാജ്യ വ്യഞ്ചകം. അതാണ് ഇത്. സ്മാർത്ഥം ലിംഗം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ സ്മൃതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ തന്നെ വേറെ കൂട്ടരുണ്ട്. എന്താണ്? ചില ഉപാസനകൾ ചെയ്യുന്നു. മുമ്പ് ചാന്തോക്യത്തിൽ ചർച്ച ചെയ്തതുപോലെ ഫലത്തിനു വേണ്ടി. ഇതിൽ തന്നെ ബ്രഹ്മചര്യ വ്രതം പാലിക്കുന്നു ഫലത്തിനു വേണ്ടി. അവരെല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അവരെല്ലാം എന്ത് ചെയ്യുന്നു? ഞാൻ സന്യാസിയാണ് എന്ന് ലോകത്തെ ബോധിപ്പിക്കുന്നതിന് അടയാളങ്ങൾ ധരിച്ചിരിക്കുന്നു. എല്ലാവരും തെക്വ, അതും ഉപേക്ഷിച്ചിട്ട്. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭാഷ്യകാരൻ പറയുന്ന സന്യാസത്തെ അടയാളങ്ങളും ഇല്ല എന്നാണ്. പാരിപ്രാജ്യ വ്യഞ്ജകമായ സന്യാസത്തെ അടയാളങ്ങൾ ഇതൊന്നുമില്ല എന്നാണ്. അത് ജീവനസാധനമാണ്. ജീവനസാധനമായ അടയാളങ്ങളും ഇല്ല എന്നർത്ഥം. അത് പറയുന്നു വിദ്വാൻ ലിംഗവർജിത. ഇവിടെ പറയുന്ന ഈ ജ്ഞാനി, തത്വജ്ഞാനി അടയാളങ്ങളില്ലാത്തവനാണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് സൂട്ടൊക്കെ ഇട്ടുണ്ടായാലോ ഇന്നത്തെ മോഡേൺ സ്വാമിമാരെ പോലെ. അവർ പറയുന്നത് ഞങ്ങൾ സന്യാസിമാരെയും കടന്ന സന്യാസിമാരാണ്. എന്തുകൊണ്ട്? സന്യാസിമാർ കായ് വസ്ത്രം മറ്റൊക്കെ ധരിക്കുന്നു, ഞങ്ങളതും ധരിക്കുന്നില്ല. കോട്ട് സൂട്ടും ഒക്കെയാണ് പുതിയ സന്യാസം. അതായാലോ ഇപ്പൊ സന്യാസത്തിന്റെ അടയാളങ്ങളുണ്ടല്ലോ, അത് പറ്റത്തില്ല, അതും അനുവദിക്കുന്നില്ല. വിദ്വാൻ ലിംഗവർജിത. തത്വജ്ഞാനി ഒരു തരത്തിലുള്ള അടയാളങ്ങളും വയ്ക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ തത്വജ്ഞാനിക്കുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? തസ്മാ
അലിംഗോ ധർമ്മജ്ഞോ അവ്യക്തലിംഗോ അവ്യക്താചാര ഇത്യാദി സ്മൃതിഭ്യ. തസ്മാത് അലിംഗോ ഒന്ന്. ഈ പറയുന്ന സന്യാസിമാർക്കും പ്രമാണ ശ്രുതിയിലും സ്മൃതിയിലും ഉണ്ടെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്താണ് സ്മൃതി പറയുന്നു? അലിംഗ അടയാളമൊന്നുമില്ല സന്യാസിക്ക്. വിദ്വാൻ, സന്യാസി എന്നല്ല അവിടെ പറയുന്ന വിദ്വാൻ. വിദ്വാന് ബാഹ്യമായ അടയാളങ്ങളൊന്നുമില്ല തിരിച്ചറിയാൻ. ധർമ്മജ്ഞ, ധർമ്മത്തെ അറിയുന്നവനാണ്. ധർമ്മം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ അർത്ഥം പറയുന്നു. പരമാത്മാവ്, അതിന്റെ ജ്ഞാനമുള്ളവൻ, അല്ലെങ്കിൽ ഭിക്ഷാചര്യം എന്ന് പറയുന്ന ആ ധർമ്മത്തെ അറിയുന്നവൻ. അവ്യക്തലിംഗോ, വ്യക്തമായ പ്രകടമായ ഒരു അടയാളങ്ങളും അവൻ ധരിക്കുന്നില്ല. അവ്യക്താചാര, അതുപോലെ തന്നെ എന്താണ് സന്ധ്യാവന്ദനം തുടങ്ങിയ ആചാരങ്ങൾ, അതും അവനിൽ വ്യക്തമല്ല, പ്രകടമല്ല. ഇത്യാദി സ്മൃതിഭ്യ. ഇനി ശ്രുതിയിൽ എന്ത് പറയുന്നു? അഥ പരിപുരാട് വിവർണവാസ മുണ്ടു അപരിഗ്രഹ ഇത്യാദി ശ്രുതേഹി. ശ്രുതിയിലും പറയുന്നു സന്യാസിക്ക് ഒരു അടയാളമില്ല, ഒരു തരത്തിലുള്ള അടയാളമില്ല. എന്താണ് പരിപുരാട്? പരിപുരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരഹംസ പരിപുരാജകനും ചരന്തി, ഭിക്ഷാചര്യം ചരന്തി, പരിത്യജ്യ വ്രജതി എന്നാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് പരിപുരാട്ട് എന്നുള്ള പേര് വന്നത്. പിന്നെ വിവർണവാസ, കോട്ട് സൂട്ടും പറ്റത്തില്ല. വിഗത വർണ്ണമാണ് വിവർണം, വർണ്ണമില്ലാത്ത. നമ്മൾ വിവർണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേട്ടപ്പോൾ അവന്റെ മുഖം വിവർണമായി എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ ആ ശോഭ പോയി, ഭംഗി പോയി. അങ്ങനെ വരുമല്ലോ, നമുക്ക് എന്തെങ്കിലും അനിഷ്ടം കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അനിഷ്ടം ഉണ്ടായി ഇവിടെ മുഖത്തത് പ്രതിഫലിക്കും. ആർക്കായാലും സാധാരണമാണ്. നമ്മൾ മുഖം പെട്ടെന്ന് മാറും. നമുക്ക് പറയാം അത് പറഞ്ഞ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവിടെ മനസ്സിലാവും. നല്ല കള്ളന്മാരൊഴികെ ആരുടെയും മനസ്സ് അനുസരിച്ച് മുഖം മാറും. അതാണ് വിവർണത എന്ന് പറയുന്നത്. അപ്പം വിഗത വർണ്ണം, വർണ്ണമില്ലാത്ത വസ്ത്രം ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യൻ ആണായാലും പെണ്ണായാലും മനോഹരമായി അണിഞ്ഞിറങ്ങുന്നത് ഒരു പ്രധാന കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്? എതിർ വിഭാഗത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പുരുഷനാണെങ്കിൽ സ്ത്രീയെ ആകർഷിക്കാൻ, സ്ത്രീയാണെങ്കിൽ പുരുഷനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആകർഷകമായ ഇത് വസ്ത്രധാരണം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വസ്ത്രധാരണം പാടില്ല, അനാകർഷകമായിരിക്കുന്നതാണ് വിവർണവാസം എന്ന് പറയുന്നത്. ആ അനാകർഷകമായ വസ്ത്രത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? പണ്ട് പഴയ കാലത്ത് ചെയ്യുന്നത് വസ്ത്രം അനാകർഷകമായിരിക്കണം. അപ്പോൾ ഏത് വസ്ത്രമാണോ കിട്ടുന്നത് അതിനെ മണ്ണിലൊക്കെ ഇട്ടൊന്ന് അതിന്റെ കളറ് മാറ്റും, കളർ മാറ്റിയിട്ട് ധരിക്കും. അപ്പോൾ വസ്ത്രം കൊണ്ടൊരാൾ ആകർഷകമായി തോന്നത്തില്ല. കാരണം ലോകത്തിനോട് തനിക്ക് ആകർഷണം തോന്നാൻ പാടില്ല, ലോകം തന്നെ ആകർഷിക്കാൻ പാടില്ല. അപ്പോൾ അത് സന്യാസത്തിന് ശരിയാകത്തില്ല. സന്യാസത്തിന്റെ ഭാഗമായി വരുന്ന ബ്രഹ്മചര്യത്തിന് അത് യോജിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുക. ഇത് പ്രത്യേകം പറയുന്നത് ഇന്നത്തെ കാലമല്ല. ഇന്നിപ്പോൾ എല്ലാവരും തുണി മണ്ണിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ധരിക്കാനൊന്നും പോയത് പഴയകാലം പറയും. വിവർണവാസനായിട്ടായിരിക്കും. അപ്പം അതാണ് അനാകർഷകത്വം. അതാണ് അവൻ ഭിക്ഷാചര്യം ധരിക്കുന്നവനാണ്. അപ്പോൾ അവനോട് മറ്റൊരാൾക്ക് ആകർഷണം തോന്നരുത്, അവന് മറ്റൊരാളോട് ആകർഷണം തോന്നരുത്. ഇതൊക്കെ ഒഴിവാക്കണം. ഇത് പക്ഷെ പിന്നീടിത് കാഷായമായി മാറി. കാഷായം എന്ന് പറയുന്നത് എന്താണ്? മണ്ണിൽ നല്ല വസ്ത്രത്തിൽ മണ്ണ് കലർത്തുന്നതാണ് കാഷായം എന്ന് പറയുന്നത്. കാഷായ വസ്ത്രം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിവർണ വസ്ത്രമാണ്. പക്ഷെ ഇന്നിപ്പോൾ അത് നല്ല രീതിയിൽ ഡൈ ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി കണ്ടാൽ ആരും ആകർഷിക്കത്തക്ക രീതിയിലുള്ള വേഷവിധാനങ്ങളായി മാറി. കാലം വരുത്തി മാറ്റം. ഇതെല്ലാം ഉദ്ദേശിച്ചത്. അതുമല്ല
ഭാഷ്യകാരനൊരിടത്തും കാഷായം എന്ന് പറയുന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കളറിനെ കുറിച്ച് പറയുന്നു. പക്ഷെ സ്മൃതികളിലൊക്കെ പറയുന്നുണ്ട്, ഇത് വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്, ഉദ്ദേശിക്കുന്നത് കാഷായ വസ്ത്രമാണ്. അത് കാലം വരുത്തിയ മാറ്റം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ആൾക്കാർ സന്യാസിമാർ ധരിക്കുന്ന നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെയാണ്, നല്ല വർണ്ണാഭമായ പട്ടുവസ്ത്രങ്ങളൊക്കെയാണ്. അത് കാലം വരുത്തിയ മാറ്റം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് അതിതല്ല. എന്തായാലും അനാകർഷകത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ അന്നും ഇന്നുമായിട്ട് വ്യത്യാസമുണ്ട്. ഇന്നെന്ന് വെച്ചാൽ സ്വാമിമാർക്ക് അനുയായികൾ വേണം, പണ്ടങ്ങനെയല്ല, സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതായത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മുണ്ടഹ അടുത്ത് പറയുന്നത് അതെന്തിനാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താണ്? ശിഖയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുണ്ടനം ചെയ്യണമെന്ന് പറയുന്നത്. ജഡയും അതുകൊണ്ട് തന്നെ, ജഡാധാരിയാണെങ്കിലും ശിഖ കാണാനല്ലല്ലോ. മുണ്ടനം ചെയ്തു കഴിഞ്ഞാലും ഇതാണ് അപരിഗ്രഹ, ഒന്നും സ്വന്തമായി വയ്ക്കാതിരിക്കുക, പരിഗ്രഹം. അതുകൂടെ വ്യാഖ്യാതാക്കളിൽ പറയും എന്താണ്? ത്രിദണ്ഡ്, അതിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാണ്. കാരണം പണ്ട് ഈ പറയുന്ന പരിപ്രാജകന്മാർക്ക് ത്രിദണ്ഡും മറ്റും ധരിച്ചിരുന്നു, ഒന്നും പാടില്ലെന്നാണ്. പക്ഷെ ഇന്ന് ഇതൊക്കെ വീണ്ടും പിന്നീട് ആണ് ഇതൊക്കെ വന്നത്. നമ്മൾ ശങ്കരാചാര്യരുടെ പടത്തിൽ തന്നെ കാണുമല്ലോ, കൊടി പോലെ ഒരു വടി പിടിച്ചിരിക്കുന്നു. ദണ്ഡ് അപരിഗ്രഹം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വടി വേണം എന്നുള്ളത്. പക്ഷെ എങ്ങനെയൊക്കെയോ അത് കടന്നു വന്നു. ഇപ്പൊ അതില്ലാത്ത ഒരു ശങ്കരാചാര്യർ സങ്കല്പിക്കാൻ കൂടി വയ്യ. ഇതാവശ്യമില്ല എന്ന് പറഞ്ഞ് ശങ്കരാചാര്യരുടെ കയ്യിലും വടി പിടിപ്പിച്ചു. അങ്ങനെ ഇല്ലാത്ത ഒരു ശങ്കരാചാര്യ ആർക്കും സങ്കല്പിക്കാൻ പറ്റുമോ? കൊടിവടിയില്ലാത്ത ശങ്കരാചാര്യർ. അതെങ്ങനെ വന്നു? ശങ്കരാചാര്യയിൽ അപരിഗ്രഹം എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ എവിടുന്നായി വടി വന്നത്? ആരായി വടി പിടിപ്പിച്ചത്? അതില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സന്യാസത്തിൽ ഈ പരമഹംസ പരിവ്രാജകന്മാരെന്ന് പറയുന്നവർ വടി പിടിക്കാറില്ല. പക്ഷേ ശങ്കരാചാര്യന്മാരെ പോലുള്ളവർ വടി പിടിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്? ധർമ്മത്തിന്റെ അടയാളമാണ്. എന്താണ്? പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. എന്താണ് അപരിഗ്രഹം എന്ന് പറഞ്ഞിടത്ത് ഇതൊന്നുമില്ല. ഭിക്ഷാടനം അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാണ്? പിന്നെ വേറൊന്നും സംഭവിക്കാം. പഴയകാലത്ത് സന്യാസിമാരെ തന്നെ ഇങ്ങനെ ഭിക്ഷാടനത്തിൽ നടക്കും. പ്രായം കൂടി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വടിയിടിച്ച് നടക്കും. വടിയിടിച്ച് നടക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ ക്രമേണ ആ വടിയെ മേലോട്ടാക്കി വരും. പടം വരച്ച് താഴോട്ട് ഇടിച്ചു കിടന്ന വടി. അപ്പോൾ വടിയുമായി. അതൊരു പരിഗ്രഹമല്ല. പിന്നെ വല്ല നായോ വല്ലോ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ കയ്യിൽ വടിയിരുന്നാൽ അത് പേടിച്ചോടുമല്ലോ. അതൊക്കെ കൊണ്ട് ഒരു പക്ഷേ പഴയ കാലത്ത് ഈ പറയുന്ന പരിവ്രാജകനും വടിയിടിച്ച് നടന്നിരിക്കാം വയസ്സായ. അതിനെ കൊടിയായി മാറിയത് എങ്ങനെയെന്നുള്ളതാണ് ഗവേഷണം നടത്തേണ്ട ഒരു കാര്യം. എന്തായാലും ഭാഷ്യകാരൻ ഇതൊന്നും പറയുന്നില്ല. ഇതിന് കാവ്യ വസ്ത്രം പോലും പറയുന്നില്ല. വിവർണ വസ്ത്രമായിരിക്കണം, അപരിഗ്രഹനായിരിക്കണം. ഒരു കാര്യം പറയുന്നുണ്ട്, ഭിക്ഷാടന ശരീരസ്ഥിതിക്ക് വേണ്ടി ഭിക്ഷാടനം നടത്തണം. ഇത്രയേ ഉള്ളൂ സന്യാസം. അവിടെ ആശ്രമമില്ല, മഠമില്ല, ഈ പറയുന്ന അടയാളങ്ങളില്ല. അത് പ്രത്യേകം പറയുന്നത് എന്താണ്? വിദ്വാൻ ലിംഗവർജിത. ഒരു തരത്തിലുള്ള സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെ പ്രകടമാക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള അടയാളങ്ങളും ഇല്ലാത്തവൻ എന്നാണ് എന്ന് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലും ഈ സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെ പ്രകടമാക്കുന്ന ചില
അപ്പോൾ ചോദിക്കും, ഈ മുണ്ടനവും മറ്റും അടയാളമാകത്തില്ലെന്ന് ചോദിക്കും. ഇല്ല. എന്തുകൊണ്ടെന്നാണ്, ശിഖ യജ്ഞോപവീതം എന്ന് പറയുന്ന അന്ന് ത്രൈവർണികർക്കേ ഉള്ളൂ. അപ്പം മുണ്ടനം ചെയ്യുന്നത് ശൂദ്രനും വർണ്ണബാഹ്യന്മാരും എല്ലാവരും ചെയ്യും. അപ്പോൾ അത് വെച്ചൊരാളെ അറിയാൻ പറ്റത്തില്ല സന്യാസിയാണ്. വിവർണവാസം അതുകൊണ്ടറിയാൻ പറ്റില്ല, അതും അറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ദരിദ്രനും വിവർണ വസ്ത്രമായിരിക്കും ധരിക്കുന്നത്. വസ്ത്രം ധരിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ ശേഷിയില്ലാത്തവൻ എന്തായിരിക്കും? വിവർണ വസ്ത്രമായിരിക്കും, മോശപ്പെട്ട വസ്ത്രമായിരിക്കും ധരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സന്യാസത്തിന്റെ ചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തലമുണ്ടനം ചെയ്തിരിക്കുന്നു, മോശമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ശൂദ്രനുമാകാം. അതുകൊണ്ടറിയാൻ പറ്റത്തില്ല. പിന്നെ അവൻ ഭിക്ഷാചരി, ഇവനാരാ ഭിക്ഷ കൊടുക്കുന്നത്, അത് പറയുന്നു കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കത്തില്ല. പിന്നെ അന്നുള്ള ആൾക്കാർക്ക് ധർമ്മബോധം ഉള്ളവരായിരുന്നു, അവർ ഭക്ഷണം കൊടുക്കും. ഇന്നത്തെ പോലെയല്ല. ഇവിടെ വ്യക്തമായും പറയുന്നു ഒരടയാളവും പാടില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നതോ ഈ വേഷങ്ങളെല്ലാം തന്നെ ഒരടയാളമായിട്ടാണ്, മറ്റുള്ളവരിൽ നിന്നും തന്നെ വ്യത്യസ്തമാക്കുന്ന ഒരടയാളമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജീവന സാധനം ആശ്രമമാത്ര ശരണാന പരിവ്രാജ്യ വ്യഞ്ജകം, ഭാഷ്യകാരൻ നിഷേധിച്ച സന്യാസമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ പരമ്പരയിലും അല്ല. ഞാൻ വളരെ ധൈര്യം അവലംബിച്ച് പറഞ്ഞാണ്. അങ്ങനെ ആരും പറയാൻ ധൈര്യപ്പെടത്തില്ല, പ്രത്യേകിച്ചും ഈ വേഷമൊക്കെ ധരിച്ചുകൊണ്ട്. പക്ഷെ പരമാർത്ഥം അതാണ്. ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സന്യാസിക്ക് യാതൊരു അടയാളമില്ല. ഒരു ഭിക്ഷക്കാരനെ പോലാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് സന്യാസം, ഭാഷ്യകാരൻ പറഞ്ഞ സന്യാസം ഇന്ന് സാധ്യമല്ല. അതുകൊണ്ടാണ് കാലം മാറി വന്നപ്പോൾ ഇങ്ങനെയുള്ള സന്യാസത്തെ അടയാളം കാണിക്കുന്ന സന്യാസം വന്ന. അതുകൊണ്ടാണ് പിന്നീട് വന്ന ആചാര്യന്മാരതുണ്ടാക്കി. കാരണം ഇന്നിപ്പോൾ ഇതുപോലെ നടക്കുകയാണെങ്കിൽ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ പൂർവ്വവും ഭിക്ഷക്കാരെ ഇടുന്ന സ്ഥലത്ത് കൊണ്ടിടും. നിയമവിരുദ്ധമാണ്. സന്യാസി നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ സന്യാസം സാധ്യമല്ലാതെ അതിനൊരു പുതിയ രാജ്യം വരണം. ഈ രാമരാജ്യം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഇത്തരം സന്യാസത്തെ അനുവദിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അത് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഒരു സ്മാർത്ഥം പോലെയുള്ള ഒരു സന്യാസം. പഴയ കാലത്ത് സ്മാർത്ഥ സന്യാസം എന്ന് പറഞ്ഞതുപോലെ ഒരു സന്യാസമാണ് പിൽക്കാലത്ത് വന്നത്. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പറയുന്നു സശിഖാൻ കേശാൻ നികൃത്യ വിസൃജ്യ യജ്ഞോപവീതം. അവിടെ സ്പഷ്ടമായി പറയുന്നു എന്താണ് സന്യാസം. സശിഖാൻ കേശാൻ, തലമുടി ശിഖയോടൊപ്പം നികൃത്യ മുറിച്ചു കളഞ്ഞ്, വിസൃജ്യ യജ്ഞോപവീതം, യജ്ഞോപവീതത്തെ ഉപേക്ഷിച്ച്, അതാണ് സന്യാസം എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ന് ആൾക്കാർ സ്വാമിയാരാകുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് സന്യാസമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞത്, ഇന്നെന്താണ് നടക്കുന്നത്, നമ്മളെന്താ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ കാലദേശോചിതമായി ആചാര്യന്മാർ അതാത് കാലത്ത് ഏർപ്പെടുത്തുന്ന ആചാരങ്ങളനുസരിച്ച് ഓരോ ആശ്രമങ്ങളും പോവുക, അതേ ഇന്ന് നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ആചാര്യന്മാർ എന്താണ് സന്യാസത്തിന് നിയമങ്ങൾ വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അടയാളം വച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പോവുക. അതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ പരമാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ സന്യാസം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടു കൂട്ടർക്ക് ഈ പറയുന്നത്, വിദ്വത് സന്യാസി ആയാലും ശരി, വിവിധ സന്യാസി ആയാലും ശരി, അവിടെ മാറ്റമില്ല. വിദ്വത് സന്യാസി തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി
അല്ല, വിവിധിഷ സന്യാസി തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ഈ പറഞ്ഞ തരത്തിൽ പരിവ്രാട് വിവർണവാസ മുണ്ടോ അപരിഗ്രഹ, ഒരു പരിഗ്രഹവും കൂടാത്തവനായി അവൻ ഭിക്ഷാചര്യം നടത്തി അവൻ ജീവിക്കുന്നു. അതേസമയം വിദ്വസന്യാസിയാണെങ്കിലോ ആ ജ്ഞാനത്തിന്റെ ദൃഢതയിൽ തന്നെ അങ്ങനെ ജീവിക്കുന്നു. അവിടെയാണ് വിവിധിഷ സന്യാസത്തിന് ബ്രഹ്മചര്യം, യമനിയമം തുടങ്ങിയതൊക്കെ ആവശ്യമായിട്ട് വരുന്ന അവിടെയാണ്. അത് ഈ പറയുന്ന സന്യാസത്തിന്റെ ഭാഗമായി വരുന്നതാണ്. ഇനി സന്യാസത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്നത്, അല്ല, ആ ചർച്ചയിലൂടെ പ്രധാനമായി ഭാഷ്യകാരനൂടെ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു സന്യാസം അംഗീകരിക്കാമോ എന്നാണ്. താൻ പറയുന്ന സന്യാസം പ്രമാണസിദ്ധമാണോ, അതിന് വിധിയുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. നനു വിദ്ധായ അഥ ഭിക്ഷാചര്യം ചരന്തീതി വർത്തമാനാപദേശ അർത്ഥവാദോയം ന വിധായകഃ പ്രത്യേക കശ്ചിത് ശ്രൂയതേ ലിംഗ് ലോഡ് തവ്യാനാം അന്യതമോപി വിദ്ധായ അഥ ഭിക്ഷാചര്യം ചരന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചരന്തി എന്ന് പറയുന്നത് വർത്തമാനാർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ലകാരമാണ്. ചരന്തി, ചരതി, ചരത, ചരന്തി. ചരേത് എന്ന് പറയുന്നില്ല ഇവിടെ, ചരതു എന്ന് പറയുന്നില്ല. വിദ്ധായാഥ ഭിക്ഷാചര്യം ചരന്തീതി വർത്തമാനാപദേശ, വർത്തമാന ക്രിയയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർത്ഥവാദോയം, ഇത് വിധി അല്ല, അതുകൊണ്ട് ഇത് അർത്ഥവാദമാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു അനുഷ്ഠാനത്തെക്കുറിച്ച് പറയുകയല്ല, തത്വജ്ഞാനത്തിന്റെ മഹത്വത്തെ സ്തുതിക്കുകയാണ്. എന്താണ്, അവനെല്ലാം ഉപേക്ഷിച്ചവനാണ് എന്ന് പറയണം. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഒരാൾ ഭിക്ഷ എടുക്കണമെന്നല്ല ഇവിടെ പറയുന്നു. അത് സാറിന് പറയാറുണ്ടല്ലോ, ഗൃഹസ്ഥന്മാർ വ്യാഖ്യാനിക്കും. ഞാൻ എന്റെ ഗൃഹത്തിലിരിക്കുന്നെങ്കിലും സന്യാസിയെ പോലെയാണ്. ഞാൻ അന്നം കഴിക്കുന്നുണ്ടെങ്കിലും ത്യജിച്ചിട്ടാണ് ഭുജിക്കുന്നത്. ത്യാഗത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ഉള്ളിൽ ത്യാഗമാണ്, പുറമേ പ്രവൃത്തിയാണെന്ന് പറയുമല്ലോ, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇതിനോടെല്ലാം ആസക്തി കൊണ്ടാണ് അവൻ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത്. പക്ഷെ അത് തുറന്നു പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ താൻ പറയുന്നതിന് താൻ തന്നെ വക്താവല്ലാതായി മാറും. അതുകൊണ്ട് തനിക്ക് പറയത്തക്ക രീതിയിൽ ഇതിനെ മാറ്റിയിട്ട് പറയും. ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്തോ അത് തന്നെ ഭിക്ഷ, അല്ല പ്രത്യേകിച്ച് പോയി ഒരു ഭിക്ഷാടനം അതൊന്നുമല്ല എന്ന് ഗൃഹസ്ഥന്മാർ പറയും. ഇന്നത്തെ സന്യാസിമാർക്കും അതേ പറയാൻ നിവൃത്തിയുള്ളൂ. കഴിക്കുന്ന എന്തോ അത് ഭിക്ഷ. അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. ഇത് അർത്ഥവാദമല്ല. ഭിക്ഷ എടുക്കണമെന്ന് വെച്ചാൽ ഭിക്ഷ എടുത്തു തന്നെ തീരണം. സന്യസിക്കണമെന്ന് വെച്ചാൽ യജ്ഞോപവേദവും ശിവവും ഉപേക്ഷിച്ച് തന്നെ തീരണം. അതിനുവേണ്ടി തല മുണ്ടനം ചെയ്യേണ്ടിയെന്ന് അത് ചെയ്ത് തന്നെ തീരണം. വിവർണ വസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് തന്നെ തീരണം. അതുകൊണ്ട് അർത്ഥവാദം, ഇത് അർത്ഥവാദമല്ല. എന്തുകൊണ്ടിവിടെ വിധിയില്ല, ചരന്തൂന്നില്ല. ഇന്ന വിധായക പ്രത്യേക കശ്ശ്രീത, വിധായക പ്രത്യയങ്ങൾ അതാണ്. കരോതു, കർത്തവ്യം എന്നാണ്. കശ്ശ്രീയത ഒന്നും തന്നെ ഇവിടെ കേൾക്കുന്നില്ല. ലിംഗ് ലോഡ് തവ്യതക്കാണ് വിധി. കർത്തവ്യം ചെയ്യൂ, കരോതു, ക്രിയേത, ഇങ്ങനെയുള്ള ഇതാണ് മുഖ്യമായും വരുന്ന ഒന്ന്. ലിംഗ് ലോട്ട് തവ്യപ്രത്യേകം ഇതൊന്നുമില്ല. തസ്മാത് അർത്ഥവാദം മാത്രന ശ്രുതി സ്മൃതി വിധാന യജ്ഞോവിധാന സാധന ന ശക്യതയെ പരിത്യാഗക്കാരി. അതുകൊണ്ട് ശ്രുതി സ്മൃതികളിൽ വിധിച്ചിരിക്കുന്നതാണ് യജ്ഞോപീതവും മറ്റും. അതിന്റെ സന്യാസം എന്ന് പറയുന്നത് ശരിയല്ല. ഇതൊക്കെ വെറും അർത്ഥവാദമാണ്, വെറുതെ പറഞ്ഞിരിക്കുകയാണ്. ഇത് വിധിച്ചിട്ടില്ല. കാരണം വിധിച്ചത്
ഇതൊക്കെ ഉപയോഗിക്കാനാണ് വിധിച്ചത്, ഉപേക്ഷിക്കാനല്ല വിധിച്ചിരിക്കുന്നതാണ്. യജ്ഞോപവീത്യേവ അധീത യജേത പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? യജ്ഞോപവീതം ഉള്ളവൻ മാത്രമേ അധ്യയനം ചെയ്യാ വേദാധ്യയനം. ഗുരുമുഖത്ത് നിന്ന് അഗ്നിമീല് പുരോഹിതം എന്നുള്ള ആ ക്രമം അനുസരിച്ച് വേദാധ്യയനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് യജ്ഞോപവീതം വേണം. പിന്നെ യാജയത് യജമാനെ കൊണ്ട് യാഗത്തെ ചെയ്യിപ്പിക്കുക, യജ്ഞത സ്വയം ചെയ്യുക, സന്ധ്യാവന്തനം പോലെയുള്ള കർമ്മങ്ങൾ എല്ലാം യജ്ഞോപവേദത്തോടു കൂടിയേ ചെയ്യാവൂ. മാത്രമല്ല പാരിപ്രാജ്യത അധ്യയനം വിധം, പാരിപ്രാജ്യത്തിനും ഇവിടെ ഉദ്ദേശിക്കുന്ന പരിപ്രാജ ആശ്രമമാണ്, അവിടെയും അധ്യയനം വിധിച്ചിട്ടുണ്ട്, സ്വാധ്യായത്തെ വിധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? വേദ സന്യസ്തനാ ശൂദ്ര തസ്മാത് വേദം ന സന്യസ്യ. ഇത് അവസ്തംഭൻ മനു ഒക്കെ പറയുന്നതാണ്. വേദത്തെ ഉപേക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അവൻ ശൂദ്രനാണ്. ശൂദ്രൻ വേദാധ്യയനം ചെയ്യാത്തവനാണ് ശൂദ്രനെന്ന് പറയുന്നത്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മൂന്ന് കൂട്ടരും ത്രൈവർണികർക്കും വേദം അധ്യയനത്തിന് അവകാശമുള്ളതാണ്. അവരത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ ശൂദ്രനാണല്ലോ. തസ്മാത് വേദം എന്ന സന്യസ്യം. അതുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞ് ആശ്രമ സന്യാസത്തെ സ്വീകരിച്ചിട്ട് അവിടെ വേദത്തെ ഉപേക്ഷികളായിരുന്നു. അതൊക്കെ പൂർവപക്ഷമാണ്, സിദ്ധാന്തമാണ്. സ്വാധ്യായേവ ഉത്സൃജ്യമാനോ വാചം പറയുന്നു. സ്വാധ്യായം സ്വസ്വശാഖ, ഓരോരുത്തരും ഓരോ ശാഖയിൽപ്പെട്ടവരാണ് വേദാധ്യയനം ചെയ്യുന്നത്. അവർക്ക് വിധിച്ചിട്ടുണ്ട് നീ ഇന്ന ശാഖാധ്യയനം ചെയ്യും. പരമ്പരയായി പ്രാപ്തമായി വരുന്ന വേദഭാഗം, അതാണ് ശാഖ. അത് അധ്യയനം ചെയ്യേണ്ട സമയത്ത് അതിനെ ഉപേക്ഷിക്കുക, അത് സന്യാസമാണ്. വാചം, വേദത്തെ അങ്ങനെ ഉപേക്ഷിക്കുന്നത്, ആ സന്യാസം എന്ന് പറയുന്നത് ശൂദ്ര സന്യാസമാണ്. അവൻ ശൂദ്രനാണ്, സന്യാസിയല്ല. അപ്പൊ സന്യാസി വേദ അധ്യയനത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. ബ്രഹ്മോജ്ജം വേദനിന്ദാച്ച ഹൗഡസാക്ഷ്യം സുഹൃദ്വധ ഗർഹിത അനാദ്യോർ ഗർഹിത അനാദ്യോർ ജഗ്ധി സുരാപാന സമാനുഷട്ട്. ഇത് മനുസ്മൃതിയായിരിക്കും. ബ്രഹ്മോജ്ജം, ഇത് പ്രത്യേകിച്ചും ഗൃഹസ്ഥന്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നു. ബ്രഹ്മോജ്ജം എന്ന് പറഞ്ഞാൽ വേദാധ്യയനം, ബ്രഹ്മം എന്ന് വെച്ചാൽ വേദം, വേദാധ്യയനം ചെയ്തു ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി ധാരപരിഗ്രഹം വിവാഹം കഴിച്ച് താമസിക്കുന്നു, ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട്. അവിടെ വേദത്തെ വിസ്മരിക്കുക, തുടർന്ന് അധ്യയനം ചെയ്യാത്തതുകൊണ്ട് അത് മറന്നുപോവുക. ഇത് സുരാപാന സമാനം. സുരാപാനം പോലെ ഇത് മഹാപാപമാണ്. സുരാപാനം എങ്ങനെയാണോ, മദ്യപാനം എങ്ങനെയാണോ മഹാപാതകത്തിൽപ്പെടുന്നത്, അതുപോലെ ഇതും മഹാപാതകമാണ്. വേദത്തെ വിസ്മരിക്കുക എന്നുവെച്ചാൽ സ്വാധ്യായം ചെയ്യാതിരിക്കുക. പിന്നെ വേദനിന്ദ, ഇതിനകത്ത് കഴമ്പൊന്നുണ്ട്, ഇത് വെറുതെ ജർഭരി തുർഭരി ചാർവാകന്മാർ പറയുന്നവരെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ കൗടസാക്ഷ്യം, കള്ളസാക്ഷി പറയുക കാശിന് വേണ്ടി. രാജാവിന്റെ മുമ്പിലും മറ്റും പോയി കള്ളസാക്ഷ്യം പറയും. സുഹൃത് വധ, തന്നോട് സ്നേഹവും മറ്റുള്ളവനാണ് സുഹൃത്ത്, നല്ല ഹൃദയമുള്ളവർ, തന്റെ നന്മയെ കാക്ഷിക്കുക. അങ്ങനെയുള്ള ഒരുത്തിനെ വധിക്കുക. വധിക്കുക എന്ന് വെച്ചാൽ കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവന് കഷ്ടനഷ്ടങ്ങൾ വരുത്തുകയോ മാനഹാനി വരുത്തുകയോ ഒക്കെ ചെയ്യുക, അതും മഹാപാതകമാണ്. ഗർഹിത അനാദ്യോർ ജഗ്ധി, ഗർഹിതമായ അന്നം, നിന്ദിത ഭക്ഷണം. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ലശുനം ന ഭക്ഷ്യത്, ഉള്ളി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മാംസം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അനാദ്യം പറയുന്നു, ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്തത്. ഗീതയിൽ പറഞ്ഞല്ലോ, യാതയാമം ഗതരസം ഓതി പരീക്ഷിതം ചെയ്യത് അമേധ്യം എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് അനാദ്യം. ഇതിനെയൊക്കെ ഭക്ഷിക്കുക. പിന്നെ അവിടെ പറയും, മനുസ്മൃതിയിലും മറ്റും പറയും, സ്മൃതികളിലൊക്കെ പറയും, ചണ്ടാളൻ തരുന്ന ഭക്ഷണം ഭക്ഷിക്കുക, ചണ്ടാളന്റെ പാത്രത്തിൽ ഭക്ഷണം ചെയ്യുക, ചണ്ടാളന്റെ വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ അനാദ്യമാണെന്ന് പറയും.
ഇതെല്ലാം മഹാപാതകങ്ങളാണ്, ഇതൊന്നും ചെയ്യരുത് എന്ന് പറയും. അന്നത്തെ പ്രാകൃതമായ നിയമങ്ങളനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് പലതും. ഇത് വേദപരിത്യാഗേ ദോഷശ്രവണ. ഇവിടെ ഇത് ഉദ്ധരിച്ചതിനു വേണ്ടി വേദത്യാഗം അത് പാടില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വാധ്യായം ഉപേക്ഷിക്കണം സന്യാസി. സന്യാസിക്ക് ശ്രവണ മനന നിധ്യാസനങ്ങളുള്ളൂ, സ്വാധ്യായമില്ല. സ്വാധ്യായം അതുമായിട്ട് വ്യത്യാസം എന്താണ്? സ്വാധ്യായം എന്ന് വെച്ചാൽ ഗുരുമുഖത്ത് നിന്ന് കേട്ട് ഇതിങ്ങനെ കൃത്യമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അഗ്നിമീലേ പുരോഹിതം എന്ന് പറയുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കുക മരണം വരെ. അതാണ് സ്വാധ്യായം. ശ്രവണങ്ങൾ അതല്ല. അത് അതിന്റെ താല്പര്യത്തെ സംശയരഹിതമായി ബോധിക്കുക. രണ്ട് കാര്യങ്ങളാണ്. സന്യാസിക്ക് ശ്രവണമനനങ്ങൾ നിഷേധിച്ചിട്ടില്ല, പക്ഷെ സ്വാധ്യായം നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഉപാസനെ ഗുരുണാം വൃദ്ധാനാം അതിഥീനാം ഹോമേ ജപ്യകർമ്മണി ഭോജനെ ആചമനെ സ്വാധ്യായേച്ച യജ്ഞോപവീതി സ്യാത് ഇത് പരിവ്രാജകധർമ്മേഷു ച ഇത് പരിവ്രാജകധർമ്മേഷു ച ഗുരു ഉപാസന സ്വാധ്യായ ഭോജന ആചമനാദീനാം കർമ്മണാം ശ്രുതി സ്മൃതിഷു കർത്തവ്യതയാ ചോദിതത്വാത് ഗുരുവാദ്യുപാസന അംഗത്വേന യജ്ഞോപവീതസ്യ വിഹിതത്വാത് തത്പരിത്യാഗോ നൈവ അവഗന്തും ശക്യതേ. ഉപാസനയ്ക്ക് വേണം യജ്ഞോപവീതം. ഗുരുണാം വൃദ്ധാനാം അതിഥേനാം, ഗുരുക്കന്മാരെ, വിദ്യ തരുന്ന ഗുരുക്കന്മാരെ, വൃദ്ധന്മാരെ, പ്രായമുള്ളവരെ, അതിഥീനാം, അതിഥികളെ സേവിക്കുക. ഇതൊക്കെ സേവനത്തെക്കുറിച്ച് പറയുന്നു. ഹോമം ചെയ്യുക, ജപ്യകർമ്മ ജഗകർമ്മത്തിൽ, ഭോജനം നടത്തുന്നിടത്ത്, ഭക്ഷണം കഴിക്കുന്നിടത്ത്, ആചമനം ചെയ്യുന്നിടത്ത്, സ്വാധ്യായത്തിൽ, വേദസ്വാധ്യായത്തിൽ എല്ലാം യജ്ഞോപവീതി. ഇവിടെയെല്ലാം യജ്ഞോപവീതം ആവശ്യമാണ്, ഒരു തരത്തിലാണെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇവിടെ എല്ലാ ചടങ്ങുകളിലും യജ്ഞോപവീതത്തെ സ്പർശിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ യജ്ഞോപവീതം പരമം പവിത്രം എന്നൊക്കെ അതിനെ സ്മരിക്കുകയും വേണം. സാധാരണ എല്ലാ കർമ്മങ്ങളിലും അതൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ യജ്ഞോപവീതത്തെ സ്മരിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇതില് ഇത് ശരി. അവ പറയുന്നു പരിവ്രാജകൻ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ല, കഴിയില്ല. പരിവ്രാജക ധർമ്മേഷിച്ച ഗുരു ഉപാസന അവിടെ വേണമല്ലോ. ഗുരു ഉപാസന എന്ന് പറയുമ്പോൾ അവിടെയും വരും യജ്ഞോപവീതം. പിന്നെ സ്വാധ്യായം ഇവിടെ പറയുന്നു. പരിവ്രജനം എന്ന് പറയുന്ന ആശ്രമ ധർമ്മം എന്ന് പറഞ്ഞു. പരിവ്രജനത്തെ ഉദ്ദേശിച്ച് പറയുകയാണ്. ആശ്രമ മാത്രശരണം. ഇവിടെ സ്വാധ്യായമുണ്ട്. ഭോജനം ആചമനമൊക്കെ വേണം. അപ്പോൾ അവിടെ യജ്ഞോപവീതം വേണം. അത് സ്പർശിച്ചിട്ട് ആചമനവും മറ്റും ചെയ്യണം. കർമ്മണ യജ്ഞോപവീതം കയ്യിലെടുത്ത് വെച്ച് അവിടെ ചെയ്യാറുണ്ടല്ലോ ആചമനവും മറ്റും. ശ്രുതി സ്മൃതിഷു കർത്തവ്യതയാക്കുക. ഇതെല്ലാം ശ്രുതി സ്മൃതികളിൽ കർത്തവ്യമായി വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗുരുവാദി ഉപാസന അംഗത്വേന ഗുരുവാദി ഉപാസന അംഗത്വേന ഗുരുവിന്റെയും മറ്റും ഉപാസനയുടെ അംഗമായി, ഗുരുവാദി ഉപാസന അംഗത്വേന ഗുരു ഉപാസനയുടെയും മറ്റും ഭാഗമായി യജ്ഞോപവീതസ്യ വിഹിതത്വം. അത് പൂർവക്ഷി പറയുന്നതാണ്. യജ്ഞോപവീതം വിഹിതമാണ്. ഈ പൂർവക്ഷി പറയുന്നതൊക്കെ ശരിയാണ്. ഭാഷകാരൻ പറയും നിങ്ങളീ പറയുന്നതൊക്കെ ശരിയാണ്. ഈ പറയുന്ന സ്ഥലത്തെല്ലാം യജ്ഞോപവീതത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷേ അത് ആശ്രമം മാത്ര ശരണാണ്. ജീവന സാധനമായി സ്വീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന അദ്വൈതാത്മബോധം അല്ലാതെയുള്ള ഉപാസനകളിൽ ഏർപ്പെട്ടിരിക്കുന്ന പരിവ്രാജകന്മാരെ സംബന്ധിച്ച് ഇതൊക്കെ ശരിയാണ്. മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ ശരിയാണ്. തത്പരിത്യാഗവും നൈവാവഗന്ത ശക്യത. അതുകൊണ്ട് ഇതൊന്നും ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ ബ്രഹ്മചാരിയല്ല. ബ്രഹ്മചാരിക്ക് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. സന്ധ്യോപാസനാദികൾ ചെയ്യണം. അപ്പം അവിടെ ഇത് ആവശ്യമാണ്. ഇതൊക്കെ ചെയ്യണം. ഇവിടെ പരമഹംസ പാരിവ്രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അവിടെ ഇല്ല.
ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടെ കർമ്മവുമില്ല, കർമ്മയോഗവുമില്ല, ഉപാസനയില്ല, മറ്റു തരത്തിലുള്ള ഈ പറയുന്ന ശ്രവണ മനനാദികളും ഭിക്ഷാടനമല്ലാതെ രണ്ടാമതൊരു കാര്യത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നുകൂടിയില്ല. അവിടെ ഇതിന്റെ ആവശ്യമില്ല. അതല്ല മറ്റു പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. അവരെങ്ങനെ പരിവ്രാജകന്മാർ? അങ്ങനെയുണ്ട് പരിവ്രാജകന്മാർ. അവർ പരമഹംസന്മാരല്ലേ, ഉപാസനയും മറ്റും ചെയ്യുന്നവർ. ഇന്നത്തെ, അതാണ് പറയുന്നത്, ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ആ പട്ടികപ്പെടുന്നതാണ്. സന്യാസിമാർ ഉപാസന ചെയ്യുന്നവരുണ്ട്, കർമ്മം ചെയ്യുന്നവരുണ്ട്, സേവനം ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഏതാണോ അടയാളം വേണം, ഇതുപോലെ പെയിന്റ് ഒരു അടയാളമായിട്ട് സ്വീകരിക്കാം. അതാവശ്യമായി വരുന്നുണ്ടെങ്കിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇനി ചിലർക്ക് പറയുന്നതൊക്കെ യജ്ഞോപവീതം വേണം, ആകാം. പലതരത്തിലുള്ള ഡ്രസ്സുകൾ എന്തൊക്കെയാണോ ആവശ്യമായി വരുന്നത്, എന്താണ് ആ അടയാളങ്ങൾ. പക്ഷെ അതൊന്നും വിദ്വാന്റെ ലിംഗമല്ല, അറിവിന്റെ അടയാളമല്ല. അതൊന്നും പിന്നെ എന്താണ്, ഒരു ആശ്രമത്തിന്റെ അടയാളമാണ്. ഞാനിതാ ഇങ്ങനൊരു പ്രത്യേക ധർമ്മത്തെ, ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സന്യാസം എന്ന് പറയുന്നത് സ്മാർത്ഥ സന്യാസം, അല്ലെങ്കിൽ സ്മാർത്ഥ സന്യാസം പോലെയുള്ള ഒരു സന്യാസം. ഭാഷ്യകാരൻ പറയുന്നത് ശ്രൗത സന്യാസം. അതിൽ അടയാളങ്ങളൊന്നുമില്ല, ഇവിടെ അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് അസംബന്ധമെന്നല്ല. ഈ പെയിന്റ് പേരെന്ന് പറയുന്നത് ഞാനിതിനെ അധിക്ഷേപിക്കാൻ പറയുന്നതല്ല, അങ്ങനെ പറയുന്നതല്ല. അത് പറയുന്നത് വാസ്തവത്തിലുള്ള എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ അഹമ്മതിയുള്ള ആൾക്കാരുണ്ട്. ഇതിന് വലിയ അഭിമാനിക്കൊന്നും വേണ്ട. ഇതിൽ ഈ പറയുന്നതിനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ കാഷായ വസ്ത്രത്തെ ആക്ഷേപിക്കാൻ പറയുന്നതാണ്. പ്രത്യേകിച്ചും ഈ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവരും വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവരും അതിന്റെ തത്വത്തെ മനസ്സിലാക്കി വേണം അത് ചെയ്യാൻ എന്നുള്ളതിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ആരെയും അധിക്ഷേപിക്കുക എന്നുള്ള ഒരു താല്പര്യമേ എന്റെ മനസ്സിലില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയിരിക്കും എന്താ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിലുള്ള മിഥ്യാഭ്രമങ്ങളും മിഥ്യാഭിമാനങ്ങളും അത് ഉപേക്ഷിക്കുകയും വേണം. അത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത്. നൈവാവഗന്തും ശക്യതേ. അതുകൊണ്ട് ഇതിന്റെ പരിത്യാഗം ഇത് സാധ്യമല്ല എന്ന് പൂർവക്ഷി പറയുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ